ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ലാസ്റ്റത്തെ പോർഷനിലായി. നമ്മൾ 3 ക്ലാസ്സസ് കഴിഞ്ഞു ഇക്വിലിബ്രിയത്തെ കുറിച്ച്. ഓർത്തോക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മളെടുത്ത് ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഓർത്തോക്കാം. അപ്പോ ഇത്രയും വരെയുള്ള ക്ലാസ്സുകൾ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലല്ല, കഴിഞ്ഞ 3 ക്ലാസ്സസ് ആണ് ആക്ച്വലി സമ്മറൈസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇങ്ങനെ വരുന്ന ഡയറക്ഷനെയാണ് ഫോർവേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ബാക്കിലേക്ക് വരുന്നതാണ് എന്താ, ബാക്ക്വേർഡ്. കേട്ടോ, എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും, റിയാക്ടൻസ്. അങ്ങനെയുള്ളത് നോർമലി വളരെ കുറവാണ് അല്ലെ. ഇപ്പോ നിങ്ങൾ പേപ്പർ ബേൺ ചെയ്തു, തിരിച്ച് പേപ്പർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ളത് എസ്റ്ററിഫിക്കേഷൻ നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് പഠിച്ചേക്കുന്ന ഒരു ഇക്വിലിബ്രിയം ഒക്കെ എസ്റ്ററിഫിക്കേഷൻ ആണ്. അതില് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല് റേറ്റ് ഓഫ് എന്തായിരുന്നു അല്ലെ, ഒരു ഐസ് ആണെന്ന് കരുതുക. ഐസ് മെൽറ്റ് ചെയ്യുന്നതിന് അല്ലെ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണം? മിനിമം 0 ഡിഗ്രി സെൽഷ്യസിൽ അത് മെൽറ്റ് ആകും അല്ലെ. മെൽറ്റ് ആയി കഴിഞ്ഞാൽ ലിക്വിഡ് ആയി. ഈ ലിക്വിഡ് ഫ്രീസിംഗ് പോയിന്റ് ഐസിന്റെ എത്രയാ? 0. അപ്പോ 0 ഡിഗ്രി സെൽഷ്യസിൽ വന്നാൽ എന്ത് കിടക്കും? റേറ്റ് ഓഫ് മെൽറ്റിംഗ് ഈക്വൽ ടു എന്ത് വരും? റേറ്റ് ഓഫ് ഫ്രീസിംഗ്. അവിടെ ഇക്വിലിബ്രിയം ആയി. അതിനെയാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പോ സോളിഡ്സ്, ലിക്വിഡ് അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഇക്വിലിബ്രിയം വരുന്നതിന്റെയാണ് ഫസ്റ്റ് ക്ലാസ്സുകളിൽ എടുത്തത്. ഫിസിക്കൽ ഇക്വിലിബ്രിയം സോളിഡ് ടു എന്തായിരുന്നു, ലിക്വിഡ്. പിന്നെ എന്ത് വരും? ലിക്വിഡ് ടു സോളിഡ്. പിന്നെ എങ്ങനെ വരും? ലിക്വിഡ് ടു ഗ്യാസ്, ഗ്യാസ് ടു സോളിഡ്. പിന്നെ എന്ത് വരും? ഗ്യാസ് ടു സോളിഡ്, സബ്ലിമേഷൻ അല്ലെ, സോ ടു ഗ്യാസ്. അങ്ങനെ ആദ്യത്തെ ക്ലാസ്സിൽ അതായിരുന്നു എടുത്തത്. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് മെയിൻ ആയിട്ട് കെമിക്കൽ ഇക്വിലിബ്രിയം, KC. കെമിക്കൽ ഇക്വിലിബ്രിയം KC. അങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് KC എന്ന് പറയുന്നത്. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ എടുത്തത്. സെക്കൻഡ് ക്ലാസ്സിൽ ഇതിന്റെ ഈ എടുത്തത് KC എന്ന് പറയുമ്പോൾ പോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ പോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് raised to respective stoichiometric coefficient may or may not be equal to balanced chemical equation. അങ്ങനെ പറയുന്ന എന്താണ് അല്ലെ, KCയുടെ ഒക്കെ ഒരു റേറ്റ് ലോ നമ്മൾ എടുത്തു. റേറ്റ് ലോ. ആ റേറ്റ് ലോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം, ലേറ്റ്-ചാർട്ട്ലിയർ പ്രിൻസിപ്പിൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വന്നു. ഇതിനിടയിൽ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം, ഡെറിവേഷൻ, വലിയ ചാപ്റ്റർ കേട്ടോ. ഡെറിവേഷൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞു. തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ്. തേർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. ആ തേർഡ് ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ഏരിയ എന്ന് പറയുന്നത്. അവിടെയാണ് pH എടുത്തത്. pH എന്ന് പറയുമ്പോൾ എന്താ? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അവിടെ പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചതല്ലേ pH അല്ലേ. pH എന്തായിരുന്നു? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അതിന്റെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കിൽ തന്നെയാണ് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി. അത് കഴിഞ്ഞ് ലാസ്റ്റ് എഴുതിയ ടോപ്പിക്കാണ് KA. എന്തായിരുന്നു KA? ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നാണെന്ന് പറഞ്ഞേ. K ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്. K equal to C alpha square by 1 minus alpha. Kb equal to C alpha square by 1 minus alpha. അതിന്റെ ഡിറൈവ് ചെയ്യുന്ന ഫോം. അപ്പോ അങ്ങനെ 3 ക്ലാസ് കഴിഞ്ഞത് 4th ക്ലാസ് ആണ് ഇക്വിലിബ്രിയത്തിന്റെ. കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങള് കാണാത്ത ആൾക്കാർ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ ഓർക്കണം കേട്ടോ. ആ വീഡിയോ നമ്മുടെ ആപ്പിൽ കിടപ്പുണ്ട്, എടുത്ത് നോക്കണം. നോട്ട് കറക്റ്റ് ചെയ്യണം. നോട്ട് കിട്ടാല്ലേ PDF ആയിട്ട് കിട്ടണം കേട്ടോ. ഓക്കെ, ഇന്ന് കിട്ടണം കേട്ടോ. ഈ ക്ലാസ്സിനെ കൂടി ചേർത്ത് ഫുൾ ഇക്വിലിബ്രിയത്തിൽ കേട്ടോ. അപ്പൊ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നോട്ട് പ്രോമിസ് ആയിട്ടും അതിൽ ഇടും. അപ്പോ കേട്ടോ. ഓക്കെ, നോക്കിയിട്ട് പോക്കിനെ മതി കേട്ടോ. ഓക്കെ, ആ PDF ആക്കി ഇടാം. അപ്പൊ ആ നോട്ട് എഴുതിയിരിക്കണം നിങ്ങൾ കേട്ടോ. ഓർത്തോക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എക്സാം ആണ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ എക്സാം ആയിട്ടുള്ള എന്ന് പറഞ്ഞ KVക്കാരെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. അവർക്ക് എക്സാം ആയിട്ടുള്ള ആൾക്കാര് കൂടുതലുള്ള ആൾക്കാരാ പറയുന്നത്. അപ്പൊ അവര് നോട്ട് എന്തായാലും എഴുതണം കേട്ടോ. ഓർത്തോക, ക്ലാസ് ജസ്റ്റ് ഒന്ന് എന്താണ് മനസ്സിലാക്കി കാണുകയും വേണം കേട്ടോ. ഓക്കെ, അല്ലാതെ സാറേ ആ ക്ലാസ് ഞാൻ ഉണ്ടായില്ല എന്ന് കരുതി എനിക്ക് ഇനി ഒന്നും അറിയില്ല അത് മുഴുവൻ പറഞ്ഞു വരുമ്പോ ആ കൺസെപ്റ്റിന്റെ ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ കേൾക്കണം കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോവാണ്. ഈക്വിലിബ്രിയം എന്ന് പറയുന്നതിന്റെ കണ്ടിന്യൂഷൻ കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ചെറിയൊരു ടോപ്പിക് ഉള്ളൂ എന്ന് പറഞ്ഞു.
അപ്പൊ ചെറിയ രണ്ട് ടോപ്പിക്കിലാണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. Di and polybasic acid. Next heading. Di and polybasic acid. Di and polybasic acid. And di and polyacidic bases. Di and polybasic acid and di ഡി ഐ ആണ് കേട്ടോ ഈ ഡൈ എന്ന് പറയുന്നത്. ഡൈ ആൻഡ് പോളി അസിഡിക് ബേസസ്. പോളി അസിഡിക് ബേസസ്. അപ്പോ അതിന്റെ പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക കേട്ടോ. വേറെ ഒന്നുമില്ല, എഴുതി കണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ H2SO4 ഇല്ലേ, എത്ര എച്ച് ഉണ്ട്? 2 ഹൈഡ്രജൻ. ആ 2 ഹൈഡ്രജൻ അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്തായി? ഡൈ ആയി. മനസ്സിലായി? അപ്പൊ 3 വന്നാൽ എന്തായി? ട്രൈ ആയി. അത്ര ഉള്ള പരിപാടി കേട്ടോ. ഓക്കെ, പക്ഷെ അതിനെ ഹെഡിങ് ഒക്കെ എഴുതുമ്പോൾ ഒരുതായിട്ട് തോന്നും. അപ്പൊ നിങ്ങളൊന്ന് എഴുതി വെച്ചോ. സം ഓഫ് ദി ആസിഡ് ലൈക്ക് oxalic acid, some of the acid like oxalic acid, sulfuric acid and phosphoric acid have more than one ionizable proton. More than one ionizable proton per molecule of the acid. Ionizable proton per molecule of the acid. Such acid are known as polybasic or polyprotic acid. Polybasic or polyprotic acid. പോളിപ്രോട്ടിക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതുപോലെ നമുക്ക് എന്താണ് എക്സാമ്പിളിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ 2 കോമ്പൗണ്ടുകളായിട്ട് ഫോം ചെയ്യുന്നു എന്ന് ഓർത്ത് നോക്കുക. എക്സാമ്പിൾ എഴുതിയാൽ മതി കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്ന എക്സാമ്പിളുകളിലേക്ക് വരാം. ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ആ കോമ്പൗണ്ടുകൾ എക്സാമ്പിൾ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഏതൊക്കെയായിരുന്നു? ഓക്സാലിക് ആസിഡ് ഉണ്ട്. പിന്നെന്തായിരുന്നു? സൾഫ്യൂരിക് ആസിഡ് അല്ലേ. ഓക്കെ, അപ്പോ നമുക്ക് സൾഫ്യൂരിക് ആസിഡിൽ തുടങ്ങാം. എളുപ്പമുള്ളതാണ്. H2SO4. ടെക്സ്റ്റ് ബുക്കിൽ അവര് സൾഫ്യൂരിക് ആസിഡ്. ഈ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് വാട്ടറിലേക്ക് ഇടുമ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ വാട്ടർ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞ H2O വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു H റിലീസ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും? H റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് H+ എന്ന് ഓർത്തു. ഇവിടെ ഒരു H+ കിട്ടി. ബാക്കി എന്തുണ്ട്? HSO4- എന്ന് ഓർത്തു. അപ്പൊ ഒരു H റിലീസ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ഇക്വിലിബ്രിയം വരും. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ Ka എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുക. എന്താണ് Ka എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ഇത് Ka1 ആണ്. Ka1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? H+ എന്ന് ഓർത്ത് നോക്കാം. ഡിവൈഡഡ് ബൈ HSO4. ഇതിപ്പോ നിങ്ങൾ എഴുതണ്ട കേട്ടോ, നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ H2SO4. ഇങ്ങനെ എഴുതുന്നതാണ് ഇതിന്റെ Ka കണ്ടെത്തുന്നത്. ഓർത്ത് നോക്കാം. മനസ്സിലായി? Ka1 എന്ന് പറഞ്ഞാൽ ഈ K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം, A എന്ന് പറഞ്ഞാൽ എന്താ? അസിഡിക്. കേട്ടോ, ഓർത്ത് നോക്കുക. ആസിഡ് അല്ലേ A? കണ്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ ഇതിനെ വിളിക്കുന്ന പേര് ഇങ്ങനെയല്ല. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ഓർ അയണിക് പ്രോഡക്റ്റ്, അയണൈസേഷൻ പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിച്ചു പോകും. കേട്ടോ, ഓർത്ത് നോക്കുക. എന്താണ്? K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ആണ്. A എന്താണ്? അസിഡിക് മീഡിയം. അപ്പൊ ഇക്വിലിബ്രിയം ഇൻ അസിഡിക് മീഡിയത്തിനെയാണ് K എന്ന് പറയുന്നത്. പക്ഷെ അതിനെ വിളിക്കുമ്പോൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് എന്താണ്? ആസിഡ്. അത് 1 ആണ് ആക്ച്വലി അല്ലെ. ഓക്കെ, Ka1. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയതുകൊണ്ട് Ka1. അപ്പോ ഇതിന് എന്തായിരുന്നു നമ്മൾ ഇവിടെ എഴുതാം? Ka1. ഇതൊരു Ka1 ഉണ്ട്. ഇനി Ka2 എന്തായിരിക്കും? ഇതില് കണ്ടിന്യൂഷൻ അല്ലേ? HSO4 മൈനസ് ഉണ്ട് അല്ലെ. ഓക്കെ, HSO4 മൈനസ്. അതിൽ നിന്ന് വീണ്ടും
വാട്ടറിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ദെൻ H പ്ലസ് പ്ലസ് എന്താണ് SO4 2 മൈനസ് ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും Ka2 ഓർത്ത് നോക്കാം Ka2. അപ്പൊ Ka1 ഉം Ka2. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെ രണ്ട് H പ്രോട്ടോൺ റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു മിനിറ്റ് കേട്ടോ. സ്റ്റാർട്ടായി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം, എത്ര H റിലീസ് ചെയ്തു ഇതിന്ന്? 2 H. അതിനെയാണ് ഈ ഡൈപ്രോട്ടിക് ആസിഡ് എന്നോ അല്ലെങ്കിൽ ഡൈബേസിക് ആസിഡ് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഡൈബേസിക് ആസിഡ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് ഇത് എഴുതി വെക്കാം. ഡൈബേസിക് ആസിഡ് എക്സാമ്പിൾ H2SO4. എക്സാമ്പിൾ H2SO4 കേട്ടോ. ഓക്കെ, H2SO4 ഇതുപോലെ H നെ റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ കാറ്റഗറി വിളിക്കുന്നത്. അപ്പൊ ട്രൈ എന്തായിരിക്കും? എത്ര H ഉണ്ടാവും? 3 അല്ലെ? 3H വരുന്നതാണ് ട്രൈ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. 3H വരുന്നതാണ് ട്രൈ കേട്ടോ. 3H വരുന്നതാണ് ഈ ട്രൈ വരുന്നത് കേട്ടോ. H3PO4 കേട്ടോ. ഓർത്തോ, അത് എഴുതി വെച്ചാൽ മതി. H3PO4 ഇത് ഓരോ സ്റ്റെപ്പിലായിട്ട് എഴുതും. ഇത് എഴുതിയ പോലെ ആദ്യം H റിലീസ് ചെയ്യുമ്പോൾ എന്ത് വരും? HPO4 മൈനസ്. പിന്നെ അടുത്ത എഴുതുമ്പോൾ എന്ത് വരും? ഒരു H കൂടി റിലീസ് ചെയ്യും. അപ്പൊ എന്ത് വരും? അല്ലെ? അപ്പോ PO4 HPO4 2 മൈനസ്. പിന്നെ എന്ത് വരും? PO4 3 മൈനസ്. കണ്ടോ? ഓർത്ത് നോക്കാം. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പിലും H റിലീസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ട്രൈ ബേസിക് ആസിഡ് അല്ലെങ്കിൽ ട്രൈ പ്രോട്ടിക് ആസിഡ് ആണ് H3PO4. H3PO4 നിങ്ങൾ കേവി അല്ലേ? നാളെ സ്റ്റഡി സെക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. മര്യാദ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ നാളെ സ്റ്റഡി സെക്ഷനിൽ ഇരുന്ന് ക്ലിയർ ചെയ്ത് നോക്കി കേട്ടോ. ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് സൺഡേ അല്ലേ രാത്രിക്ക് ഇരുന്ന് നന്നായിട്ട് അങ്ങ് പഠിച്ച് ഫിനിഷ് ചെയ്തേക്കണം കേട്ടോ. ബാക്കി ആൾക്കാർക്കും വരാം. അപ്പൊ അതുകൊണ്ടാണ് നാളത്തേക്കാക്കുന്നത്. അപ്പോ ട്രൈപ്രോട്ടിക് ആസിഡ് കേട്ടോ, അല്ലെങ്കിൽ ട്രൈ ബേസിക് ആസിഡ് എക്സാമ്പിൾ H3PO4 ഫോസ്ഫോറിക് ആസിഡ് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് എഴുതി വെച്ചോ കേട്ടോ. അപ്പൊ വന്നേക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഒരു ചെറിയ ടോപ്പിക്കാണ് കഴിഞ്ഞ. ആ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഡൈ ആൻഡ് പോളി ബേസിക് ആസിഡ്, ഇതാണ് കൺസെപ്റ്റ്. ഓർത്ത് നോക്കാം. നമുക്ക് ആസിഡ് ഒക്കെ അറിയാലോ, H റിലീസ് ചെയ്യുന്നതാണ് ആസിഡ് അല്ലെ? ഓക്കെ, അതിൽ നോക്കി H2SO4 എത്ര H ഉണ്ട് നിങ്ങൾ പറഞ്ഞേ? വിമലെ 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 H2SO4 എത്ര H ഉണ്ട്? അപ്പൊ അതിനെന്ത് വിളിക്കും? ഡൈ ഡൈ പ്രോട്ടിക് ആസിഡ് ഓർ ഡൈ ബേസിക് ആസിഡ് കേട്ടോ. ഇതിൽ എത്ര H ഉണ്ട്? 3. അപ്പൊ എന്ത് വിളിക്കും? 3 ട്രൈ പ്രോട്ടിക് ആസിഡ് അല്ലെങ്കിൽ ട്രൈ ബേസിക് ആസിഡ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇപ്പൊ കഴിഞ്ഞത്. അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്. നെക്സ്റ്റ് ഹെഡിങ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആസിഡ് സ്ട്രെങ്ത്. Factors affecting acid strength. Factors affecting acidic strength. First point is in general, when strength of HA bond, in general strength of HA bond, HA bond നമ്മൾ കണ്ട പോലെ HCl H2SO4 ആ ബോണ്ടുകളാണ് ഈ പറയുന്നത് കേട്ടോ. ഓർത്തോക്കാം. In general, when strength of HA bond decreases, comma, that is the
energy required to break, that is the energy required to break, that is the energy required to break the bond decreases. Bond decreases, comma, HA become a stronger acid. HA become a stronger acid. HA become stronger acid. കേട്ടോ, ഈ പോയിന്റ് എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ മീനിങ് ഒക്കെ ക്ലിയർ ആക്കി വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. ഞാൻ ചോദിക്കോട്ടെ. അപ്പോ as the size of A increases, as the size of A യിൽ വരുന്ന ആള് ആരോ കേട്ടോ, ഓർത്ത് നോക്കാം. as the size of A increases down the group, HA bond strength, HA bond strength decreases, and so the acid strength increases, and so the acid strength increases. As the size of A increases down the group, comma, HA bond strength decreases, so the acid strength increases. Acid strength increases. കേട്ടോ, ഇനി സ്റ്റേറ്റ്മെന്റ് എഴുതി ഇനി കഥയിലേക്ക് വരാം കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ പീരിയോഡിക് ടേബിൾ അറിയാലോ, ഏത് ചാപ്റ്റർ? തേർഡ് ചാപ്റ്റർ അല്ലെ? നാളത്തെ ഇനി വരുന്ന എക്സാമിന് ആവശ്യമുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കാം. ട്രൈപ്രോട്ടിക് ആസിഡ് ഓർ ട്രൈബേസിക് ആസിഡ്. H3PO4 പേര് ഫോസ്ഫോറിക് ആസിഡ് എന്നാണ് കേട്ടോ. ഫോസ്ഫോറിക് ആസിഡ്. ദെൻ ഈ കൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ 2 പോയിന്റ് എഴുതി. ആ പോയിന്റ് എന്താണ്, എങ്ങനെയാണ് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കുക. 17th ഗ്രൂപ്പ് പീരിയോഡിക് ടേബിൾ 17th ഗ്രൂപ്പ് ആരായിരുന്നു? പീരിയോഡിക് ടേബിൾ 17th ഗ്രൂപ്പ് 16th എഴുതിയേക്കാം. അപ്പൊ നമുക്കൊരു ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. 16th 17th ഗ്രൂപ്പ് ആരാ? 16th ഗ്രൂപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റില്ല. ആരാണത്? ഓക്സിജൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ ജീവിക്കാൻ പറ്റില്ല അല്ലെ? ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ജീവിക്കുമോ? ഇല്ല. ഓക്സിജൻ. ദെൻ 17th ഗ്രൂപ്പിൽ എന്തായിരുന്നു? ഫ്ലൂറിൻ. ഫ്ലൂറിന് തൊട്ട് താഴെ ക്ലോറിൻ. ക്ലോറിൻ കഴിഞ്ഞ ബ്രോമിൻ. ബ്രോമിൻ കഴിഞ്ഞ അയഡിൻ. അത് കഴിഞ്ഞ അസറ്റാറ്റിൻ. അത് വേണ്ട, നമുക്ക് ഇത്രയൊക്കെ മതി കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ നോക്കുക. ഓക്സിജൻ കഴിഞ്ഞ പറയും സൾഫർ, സെലീനിയം, ടെലൂറിയം കേട്ടോ. പീരിയോഡിക് ടേബിൾ മുഴുവൻ പഠിക്കേണ്ടതല്ലേ? ദെൻ ഇതാണ് ഗ്രൂപ്പ് കേട്ടോ. ഓർത്തോ, ഗ്രൂപ്പ് അറിയില്ലെങ്കിൽ കണ്ടോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇവിടെ ഇവർ പറയുന്നത് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസസ്. വൈ പറ, എന്തിനാ ഇൻക്രീസ് ചെയ്ത്? ഡിക്രീസസ് അല്ലെ? സൈസ് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടാനായിട്ടുള്ള കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്, ഷെൽ ഇൻക്രീസസ്. ഷെൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. അങ്ങനെ വന്നാൽ സൈസ് എന്ത് ചെയ്യും? കൂടും. ഇവിടെ ഇപ്പൊ എഴുതിയിരുന്ന വേർഡ് ശ്രദ്ധിച്ചേ. ആ സൈസ് കൂടിക്കഴിഞ്ഞാൽ ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ എച്ച് റിലീസ് ചെയ്യും. എച്ച് റിലീസ് ചെയ്യും. അപ്പോ ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ സൈസ് കൂടും. അസിഡിക് സ്ട്രെങ്ത് ഓൾസോ ഇൻക്രീസസ് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ നോക്കാം. ഈ എച്ചും എഫും കൂടി റിയാക്ട് ചെയ്താൽ എന്ത് വരും? എച്ചും എഫും കൂടി റിയാക്ട് ചെയ്താൽ എച്ച് എഫ് ഉണ്ടോ? എച്ച് എഫ്. അത് കഴിഞ്ഞാൽ ഏതാ വരിക? എച്ച് സി എൽ ഉണ്ടോ? ഓർത്ത് നോക്കാം. എച്ച് സി എൽ കഴിഞ്ഞാൽ എച്ച് ഡി ആർ, ദെൻ എച്ച് ഐ. ഇതാണ് അസിഡിക് സ്ട്രെങ്ത് കേട്ടോ. ഓർത്ത്, ഇതാണ് അസിഡിക് സ്ട്രെങ്ത്. അപ്പൊ ഇപ്പൊ എഴുതിയേക്കുന്നതില് എന്താണ്? അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ് ഇപ്പൊ നമ്മൾ വരുന്നത് കേട്ടോ. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത് കണ്ടോ? ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവണം. ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് വിമലെ, ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച്. ഇവിടെ ശ്രദ്ധിക്കുക. സ്ട്രെങ്ത് ഓഫ് എച്ച് ഐ ഉണ്ടോ? എച്ച് ഐ ആർക്കായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ? അത് വരുന്ന എച്ച് ഐ എഫിനായിരിക്കും. കാരണം എന്താ? ബോണ്ടിന്റെ ലെങ്ത് കുറവ്. എച്ച് ഐ എന്താണ്? സൈസ് കൂടും. സൈസ് കൂടുമ്പോ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും അല്ലെ? സൈസ് കൂടുമ്പോ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഈ പേന അല്ലെ എന്റെ അടുത്ത് ഓടിക്കാൻ പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഓടിക്കും.
ഇങ്ങനെ വെച്ചിട്ട് മുറിഞ്ഞു കുടിക്കും. ഇനി ഇയാളുടെ കയ്യിലിരിക്കുന്ന പേനയുടെ ഉള്ളില് ആ പേന എടുക്കുന്നേ, ഇതാ ഈ പേനയുടെ ഈ അറ്റത്തുള്ള ഈ നോബ് ഉണ്ടല്ലോ, ഇത് ഓടിക്കാൻ പറയാൻ പറ്റുമോ? ഇതേ സൈസിലുള്ള ഇത്രയുള്ള വലിയൊരു കമ്പിയാണെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഏറ്റവും അറ്റത്ത് ഒടിച്ചിട്ട് ഇങ്ങനെ ഒടിച്ച് വളർത്തി കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റും. ഇതേ സൈസുള്ള അല്ലെ? അപ്പൊ ലെങ്ത് കൂടുമ്പോ എന്ത് പറ്റും? ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും ലെങ്ത് കൂടി കഴിഞ്ഞാൽ. അപ്പോ ലെങ്ത് കുറയുമ്പോ സ്ട്രെങ്ത് കുറയും, ഉണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ സ്ട്രെങ്ത് കുറഞ്ഞു കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് HIക്ക് അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നത്? കുറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എഴുതി വെക്കുക അസിഡിക് സ്ട്രെങ്ത് ഓർഡർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഇതെങ്ങനെയാ വന്നതെന്ന് നോക്കിയല്ലേ? രണ്ട് ടോപ്പിക് എടുത്തു കേട്ടോ. അസിഡിക് സ്ട്രെങ്ത് HFനേക്കാൾ അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ HClനേക്കാളും കൂടുതൽ HBrനേക്കാളും കൂടുതൽ HI. അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് വരുമ്പോ സൈസ് ഇൻക്രീസസ്, അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. ഒന്ന് പറഞ്ഞേ, ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് പറ്റും? സൈസ് ഇൻക്രീസസ് ഏതിന്റെ? HF ഉണ്ടോ അല്ലെ? അതിനേക്കാളും ഹയർ HClനേക്കാൾ. അപ്പൊ സ്ട്രോങ് ആസിഡ് ഏതാ? HI ഉണ്ടോ? ഓർത്ത് നോക്കുക, HI സ്ട്രോങ് ആസിഡ് ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. അത് HI ഒക്കെ ഈ ഗ്ലാസ്സിൽ കിട്ടി കഴിഞ്ഞാൽ ഗ്ലാസ് ഇങ്ങനെ ഒരിക്കാൻ പോകും. മനസ്സിലായോ? HI ഭയങ്കര സ്ട്രോങ് ആസിഡ് ആണ്. പിന്നെ ഏറ്റവും ഈസി ആയിട്ട് Hനെ റിലീസ് ചെയ്യാനാണ് സ്ട്രോങ് ആസിഡ്. മനസ്സിലായോ? ഇതിനേക്കാളും സ്ട്രോങ് ആണ് HI. മനസ്സിലായോ? Then നെക്സ്റ്റ് ഇതേ കാറ്റഗറി തന്നെ ആർക്ക് വരും? H2O. H2നേക്കാളും അസിഡിക് ആരായിരിക്കും? H2S. H2Sനേക്കാളും അസിഡിക് ആരായിരിക്കും? പറയേ. H2SC ആണോ? ഓർത്ത് നോക്കുക അല്ലെ? then ഇതിനേക്കാളും അസിഡിക് ആരായിരിക്കും? H2T ആണോ? അസിഡിക് സ്ട്രെങ്ത് ഇങ്ങനെ വരും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ അസിഡിക് സ്ട്രെങ്ത് ഇങ്ങനെ ഓർത്ത് നോക്കുക. ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ കൂടും. ഇത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ് എഴുതി വെക്കുക. നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിയേ. പീരിയോഡിക് ടേബിളില് ഈ 15th ഗ്രൂപ്പ് ഏതാ? ഓക്സിജൻ. ഇതിനുമ്പോ ആരാ? പറയൂലേ? നൈട്രജൻ. 14th ആരാ? പഠിച്ചിട്ടില്ലേ? നാളെ ശരിയാക്കി തരാട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ വിടില്ല കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാമിനുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. നാളെ ബേസിക് കാര്യങ്ങൾ കേട്ടോ. വെറും 4 ചാപ്റ്റേഴ്സ് ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ ഇവിടെ അല്ലെ അവര് പഠിച്ചു എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവര് പഠിച്ച പോലെ നിങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. 13th ഗ്രൂപ്പ് ഈ പീരിയോഡിക് ടേബിളിൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ അല്ലെ? ദെൻ ഇതിന്റെ തൊട്ട് താഴെ ആരായിരുന്നു? അലൂമിനിയം അല്ലെ? കാർബണിന്റെ തൊട്ട് താഴെ സിലിക്കൺ. കൊള്ളാം കേട്ടോ. ഓർത്തോ. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്, നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മന്ത് കേട്ടോ. ഓർത്തോ. ഇങ്ങനെ മുഴുവൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ 2 റോയെങ്കിലും നിങ്ങൾ കിട്ടണം കേട്ടോ. 20 വരെയുള്ള എലമെന്റുകളുടെ ഒക്കെ പൊസിഷൻ എങ്കിലും അറിയണം കേട്ടോ. ഓർത്തോക്കാം. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം കേട്ടോ. ഓർത്തോക്കാം. ഞാൻ ഇപ്പൊ ഇത് എഴുതിയേക്കുന്നത് വേറെ ഒന്നുമല്ല. നമുക്ക് അസിഡിക് സ്ട്രെങ്തിന്റെ അടുത്ത പോയിന്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അസിഡിക് സ്ട്രെങ്ത് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത അസിഡിക് സ്ട്രെങ്ത് ഓൾസോ ഇൻക്രീസസ്. എന്നിട്ട് ആ ഒരു എക്സാമ്പിൾ എഴുതി വെക്കും കേട്ടോ. ഓക്കെ, അതാണ് അടുത്ത എഴുതാൻ പോകുന്നത്. അപ്പോ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടി കഴിഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് ഓൾസോ ഇൻക്രീസസ്. അപ്പൊ അത് അടുത്ത പോയിന്റ് ആയിട്ടൊന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതി വെക്കാം. The electronegativity of A increases. The electronegativity of A increases. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് മാത്രം നോക്കാവൂ. ഡൗൺ ദ ഗ്രൂപ്പിൽ നോക്കരുത് കേട്ടോ. The electronegativity of A increases. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ പീരിയോഡിക് ടേബിൾ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. The strength of acid also increases. 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 Then ഇവിടെ നോക്കാം. കാർബൺ ഹൈഡ്രജൻ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചോദിച്ചോ? റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എവിടം വരെ എഴുതി?
എഴുതി വെച്ചു. The electronegativity of A increases. എടുത്ത് എഴുതിക്കോ കേട്ടോ. The electronegativity of A increases, comma, the strength of the acid also increases. The strength of the acid also increases. The electronegativity of A increases, comma, the strength of the acid also increases. The strength of the acid also increases. ഇതാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, എഴുതിയോ? Then കാർബണും ഹൈഡ്രജനും ജോയിൻ ചെയ്ത CH4. CH4നേക്കാളും ഹയർ അസിഡിക് ആയിരിക്കും NH3. NH3നേക്കാളും ഹയർ അസിഡിക് ആയിരിക്കും H2O. അതിനേക്കാളും അസിഡിക് ആയിരിക്കും HF. ഓർത്ത് നോക്കി, ഇതാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, വേഗം എടുത്ത് എഴുതി. അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസിംഗ് ഓർഡർ. അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസിംഗ് ഓർഡർ. ഉണ്ടോ? ഹൈഡ്രജൻ ആയിട്ട് ജോയിൻ ചെയ്തു CH4. അതിനേക്കാളും അസിഡിക് സ്ട്രെങ്ത് കാർബണിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി നൈട്രജനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്ലൂറിൻ. അപ്പോ ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ് ഇൻ പീരിയോഡിക് ടേബിൾ. Therefore CH4 higher than NH3, then again higher than water, ഏറ്റവും ഹൈയസ്റ്റ് HF കേട്ടോ. ഓക്കെ, അങ്ങനെ പുറത്തു പോകാം. Then next ഹെഡിങ്ങിലേക്ക് പോവാം. അതെ അതെ, അപ്പൊ NH3 ബേസിക് അല്ലേ, CH4 വല്ലതും ഉണ്ടോ? പുറത്തു നോക്കാം. അതാണ് പറഞ്ഞ അസിഡിക് സ്ട്രെങ്ത് എന്നാ പറയുന്നത്. അസിഡിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? H+ എന്നാണ്. തനിക്കൊരു ബേസ് തന്നാൽ അതിൽ എന്തുണ്ട്? ആസിഡ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? H2O ആണ് അല്ലെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞില്ലേ, H2O കുറച്ച് കഴിയുമ്പോൾ എന്തിരിക്കും? H-ന്ന് ഒരു ഗ്ലാസിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നു പറഞ്ഞോ? അത് എന്ത് ചെയ്യും? ഒരു ഓക്സിജൻ ഒരു ഹൈഡ്രജന് അടുത്ത മോളിക്യൂളിന് കൊടുക്കും. അത് വാട്ടർ ആണെന്ന് കരുതാ. തന്റെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? വെറുതെ ഇരിക്കൂല. ഇവിടെ എല്ലാ വാട്ടർ മോളിക്യൂളും ആണെങ്കിൽ താനെടുത്ത് എന്ത് ചെയ്യും? വിമലിന് കൊടുക്കും. വിമല് എന്ത് ചെയ്യും? അല്ലെ, അത് തനിക്ക് തിരിച്ചു തരും. മനസ്സിലായി? അങ്ങാട് ഇങ്ങോട്ട് എറിഞ്ഞു കളിക്കും. അപ്പൊ ഒരു ഗ്ലാസ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ 50% OH മൈനസ് ആൻഡ് ബാക്കി 50% H3O പ്ലസ്. അവിടെ ഇക്വിലിബ്രിയം വരും. അത് രണ്ടും ഈക്വൽ നമ്പറായ എന്തായിരിക്കും? ന്യൂട്രൽ. കണ്ടോ? ഓർത്ത് നോക്കാം. then H+ന്റെ എമൗണ്ട് കൂടിയ അസിഡിക്. കണ്ടോ? അപ്പൊ ആസിഡിന്റെ അകത്ത് എന്തുണ്ട്? ബേസ് ഉണ്ട്, OH മൈനസ് ഉണ്ട്. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? H+ അയോണിന്റെ സ്ട്രെങ്ത് മീനിങ് ഉള്ളൂ. ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഓൾറെഡി ബേസ് ആണ് അല്ലെ. അപ്പൊ ഇത് ഇതിനേക്കാളും ബേസിക് എന്ന് പറയാം അല്ലെ. ഓക്കെ, പക്ഷെ അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. എന്താണ്? അസിഡിക് സ്ട്രെങ്ത്തിന്റെ വ്യൂലാണ്. ഇതേ കാര്യം തന്നെ കുറച്ച് കഴിയുമ്പോൾ ബേസിക് സ്ട്രെങ്ത് വെച്ച് പഠിപ്പിക്കും. നമ്മൾ നേരെ തിരിച്ചെഴുതണം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എഴുതി വെച്ചു കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം കഴിഞ്ഞു. ദെൻ അടുത്ത് കോമൺ അയോൺ എഫക്ട്. നെക്സ്റ്റ് കേട്ടോ, കോമൺ അയോൺ എഫക്ട് in the ionization of acid and base. Common ion effect in the ionization of acid and bases. Common ion effect in the ionization of acid and bases. ഒരു ഡെഫിനിഷൻ എഴുതിക്കോ, എന്നിട്ട് അതെന്തുകൊണ്ട് വന്നു എന്നാണ് ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. കോമൺ ആയിന്റെ ഡെഫിനിഷൻ ആണ്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം on adding a substance that provides more of an ionic species already present in the dissociation equilibrium.
already present in the dissociation equilibrium. Already present in the dissociation equilibrium. Repeat again, it can be defined as a shift in equilibrium on adding a substance that provide more of an ionic species already present in the dissociation equilibrium. ഈ കൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി കോമൺ അയോൺ എഫക്റ്റ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലെ. കോമൺ ആയിട്ടുള്ള അയോൺ അത് എക്സ്ട്രാ ഇടുമ്പോൾ അതിൽ ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഡിഫറൻസ് അത്രേ ഉള്ളൂ. ഇക്വിലിബ്രിയത്തിൽ അത് ചേഞ്ച് ചെയ്യുന്ന ആ ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. അസറ്റിക് ആസിഡ്, നിങ്ങൾക്ക് വിനെഗർ എന്നൊക്കെ പറഞ്ഞറിയാം അല്ലെ. ആ സെയിം ആസിഡ് ആണ് CH3COH. അതിൽ വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവും. വെള്ളത്തിലേക്ക് ഇടുകയാണ് ഇതിനെ കേട്ടോ. ഓക്കെ, ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ CH3COO മൈനസ് പ്ലസ് H പ്ലസ്, CH3COO മൈനസ് പ്ലസ് എന്താണ് H പ്ലസ്, CH3CO മൈനസ് ആൻഡ് H പ്ലസ്. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇതിന്റെ ഇക്വിലിബ്രിയം. അപ്പൊ വാട്ടർ ഇടുമ്പോൾ കേട്ടോ മോള് വാട്ടർ എന്ന് എഴുതാം കേട്ടോ. ഓർത്തോക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതണ്ട കേട്ടോ. ഓർത്തോക്ക് ഇനി വാട്ടർ എന്ന് എഴുതുമ്പോൾ H3O+ എഴുതേണ്ടി വരും. അപ്പൊ പിന്നെ ആ കൺഫ്യൂഷൻ വേണ്ട എന്ന് കരുതിയിട്ടാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്തോക്ക് ആ മീഡിയത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവമുള്ളൂ. ഓർത്തോക്ക് മീഡിയത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വേറെ അതിനൊന്നും റോളില്ല കേട്ടോ. ഓർത്തോക്ക് അപ്പൊ ആ H റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ ആണ് വാട്ടർ. ആ വാട്ടർ റിലീസ് ചെയ്തു അല്ലെ. വാട്ടറിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യില്ല, റിലീസ് ചെയ്യില്ല കേട്ടോ. ഓർത്തോക്കാം ആ ഒരു മീഡിയം ആണ്, അല്ലാതെ അതിന് വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. ഓർത്തോക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇയാൾ റൈസ് കഴിക്കുകയാണ്. ആക്ച്വലി ഇയാൾക്ക് ഏതൊക്കെ രീതിയിൽ കഴിക്കാം, പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെ എടുത്ത് കഴിക്കാം നോർമലി. അല്ലാതെ ഓരോ റൈസ് ഇങ്ങനെ അല്ലെ ഇറക്കി അങ്ങനെ കഴിക്കുമോ? അങ്ങനെ പ്ലേറ്റുകൾ കഴിക്കുമോ? ഇല്ല. ആ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താ, മീഡിയം ആണ് എന്ന് കരുതി ആ പ്ലേറ്റ് തന്നെ വേണം നിർബന്ധമുണ്ടോ? അതിന് പകരം അല്ലെ. അപ്പൊ അതുപോലെയാണ് വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ പറയുന്ന ഈ ആസിഡ് അല്ലെങ്കിൽ ബേസിന്റെ എല്ലാ ഇക്വിലിബ്രിയത്തിലും എന്ത് വേണം, മീഡിയം വേണം. മീഡിയത്തിൽ എന്ത് റിലീസ് ചെയ്യുള്ളൂ, H+ റിലീസ് ചെയ്യുള്ളൂ. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ ഇവർ പറയുന്ന കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ആസിഡ് എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും, ഇതിലേക്ക് ഒരു ആസിഡ് എക്സ്ട്രാ ഇട്ട് കൊടുത്തു. അങ്ങനെ വന്നാൽ എന്ത് വരും എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇയാളുടെ കയ്യില് വിനെഗർ ഇരിക്കുന്നു. ആ വിനെഗറിലേക്ക് കുറച്ച് HCl എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ H റിലീസ് ചെയ്യും കേട്ടോ. ഓർത്തോക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതില് ഒരു 100 CH3COH ഉണ്ട്. അതിനെ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ 20 മാത്രമേ H+ റിലീസ് ചെയ്യൂ. ബാക്കിയുള്ളത് ഞങ്ങൾ റിലീസ് ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് വീക്ക് ആസിഡ് ആണ്. വീക്ക് ആസിഡ് കംപ്ലീറ്റ് H റിലീസ് ചെയ്താൽ എന്താവും, സ്ട്രോങ് ആസിഡ്. അപ്പൊ കുറച്ച് H+ റിലീസ് ചെയ്താൽ എന്ത് വിളിക്കും, വീക്ക് ആസിഡ്. അതാണ് നമ്മൾ കഴിഞ്ഞ ഇതില് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായ ആൾക്കാർക്ക് അറിയാം. ഡിഗ്രി പെർസെന്റേജ് ഓഫ് ഡിസോസിയേഷൻ. നിങ്ങൾ എക്സാം എഴുതുന്നു കേട്ടോ. ഓർത്ത് നോക്കുക 100 മാർക്കാണ് അല്ലെ. ഓർത്ത് നോക്കുക 100 കിട്ടുകയാണെങ്കിൽ എന്താണ്, പിന്നെ അതിൽ വേറെ നോക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെ. ഫുള്ള് കിട്ടുന്നു അല്ലെ. ഓർത്ത് നോക്കുക ഫുള്ള് കിട്ടിയപ്പോ തന്നെ ഇയാളെ വിളിച്ചിട്ട് അല്ലെ, ഇയാൾക്ക് ഫുള്ള് കിട്ടി, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞു വലിയ ചോദ്യമൊക്കെ ഉണ്ടാവും. ഇല്ല അല്ലെ. ഓർത്ത് നോക്കുക അയാൾ ഫുള്ള് കിട്ടി, ഹാപ്പി ആയി, പിന്നെ അതിനെ കുറിച്ച് ചെയ്യില്ല. ആ സമയത്ത് കുറഞ്ഞു, പെർസെന്റേജ് വന്നു അല്ലെ. ഓർത്ത് നോക്കുക അല്ലെ 85% അയാൾക്ക് വിഷമായി. കാരണം എന്താ 15% അങ്ങനെ പോയി. അതാണ് ഇവിടെ ഓർത്ത് നോക്കാം. അതുപോലെ ഇതിന്റെ പെർസെന്റേജ് കുറവാണ്, വീക്ക് ആസിഡ് ആണ്. അപ്പൊ അതിലേക്ക് ഞാൻ എന്തിടും, കുറച്ച് ആസിഡ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ CH3CO മോളിക്യൂൾ ഇട്ട് കൊടുക്കും. ഇതിടുമ്പോ ആ ഇക്വിലിബ്രിയം എന്ത് ചെയ്യും, അതിന്റെ റേറ്റ് കൂടുകയോ കുറയോ, ചിലപ്പോൾ കൂടും, ചിലപ്പോൾ എന്ത് ചെയ്യും, കുറയും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോമൺ അയോൺ എഫക്ട്. കോമൺ അയോൺ എഫക്ട് അല്ലെ. അതില് ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. ഇതിലേക്ക് H+ ആണെങ്കിൽ H+ ഇതിൽ ഓൾറെഡി ഉള്ളതല്ലേ, H+ ഇടാണ് ആക്ച്വലി. ഇതിൽ ആരൊക്കെയുള്ള ഇത് കണ്ടോ, ഈ 2 അയോൺ. ഇതിൽ ഞാൻ H+ ഇടാം. ഇതിനെ വിളിക്കുന്ന പേര് അസറ്റേറ്റ്. അപ്പൊ അസറ്റേറ്റ് ഇവിടെ ഇട്ടാലും H+ ഇട്ട് കഴിഞ്ഞാലും ഈ ഇക്വിലിബ്രിയത്തിൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡിൽ എന്ത് വരും,
ചേഞ്ച് വരും. എന്ത് വരും? ചേഞ്ച് വരും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോമൺ അയോൺ എഫക്ട്. ഇവിടെ ഓർത്ത് നോക്കാം. നിങ്ങളിപ്പോ ഇവിടെ അത് കുറച്ച് വുഡൊക്കെ വെച്ച് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഓർത്ത് നോക്കാം, ഫയർ വരുന്നുണ്ട്, കാണാം അല്ലെ? ഓക്കെ, അങ്ങനെ നിൽക്കുന്നു. അപ്പൊ പെട്രോൾ ഇട്ടാൽ എന്ത് പറ്റും? ഒന്നും ഒരു ചേഞ്ച് വരാതിരിക്കുമോ? വരുമോ എന്തെങ്കിലും? ഓർത്ത് നോക്കാം. പെട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെ വരുന്നതാണ്. അതൊന്നും കൂടി ബേൺ ചെയ്ത് വീണ്ടും നന്നായിട്ട് കത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ റേറ്റ് എന്ത് ചെയ്യും? കൂടും. നമുക്ക് അങ്ങനെ തിങ്ക് ചെയ്യാം അല്ലെ? ഓർത്ത് നോക്കാം. അത് കോമൺ ആയിട്ടാണ്. ഇനി അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു അയന്റെ പീസ് ഇട്ടു, അതിന് വല്ല ചേഞ്ച് വരും? എന്താ ചേഞ്ച് ചെയ്യാത്ത? അത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? ബേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതോ ബേണിങ്ങിനെ കുറയ്ക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യും? ഒരു കാര്യമില്ല അല്ലെ? ഓർത്ത് നോക്കാം. ഇനി അതിന് വരെ വെള്ളം ഒഴിച്ചു എന്ത് പറ്റും? കുറയും. കാരണം എന്താ? ഈ പച്ച മരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ വാട്ടർ ഉണ്ട്. അപ്പൊ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള സാധനം ഇട്ട് കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യും? അഫക്ട് ചെയ്യുന്ന പറയുന്നത്, കൂടാം കുറയാം. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതിൽ കോമൺ ആയാണ് ആരാ? ഈ ഇക്വിലിബ്രിയത്തില് അസറ്റേറ്റ് അയോൺ ഓർ എന്താണ്? H+ അയോൺ. അപ്പൊ കോമൺ അയോൺ എഫക്ട് പറയുന്നത് ഒരു ഇക്വിലിബ്രിയത്തില് അയോൺസുകൾ ഉണ്ടാവും. ആ അയോൺസ് എന്ത് ചെയ്യും അല്ലെ? എഗെയിൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്ട്രാ എടുത്തിട്ട് പുറത്തുനിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. അഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇത് ഫോർവേഡ്, ഇതെന്തായിരുന്നു? ബാക്ക്വേർഡ്. അതിനെ അഫക്ട് ചെയ്യും. അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് എഴുതി, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. ഓക്കെ, വേഗം എഴുതി. ഈ മോളിറ്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കോമൺ അയൺ ആഡ് ചെയ്യുന്നത് നമ്മൾ എഴുതാൻ പോവാണ്. ഇത് കോമൺ ഇതുണ്ട്, ഇതിൽ ഏതെങ്കിലും ഇടാം. ഈ സാധനല്ലേ, ഇതിൽ നിന്ന് ഇതും കിട്ടി ഇതും കിട്ടി. ഈ കോമൺ ഇടാം, അല്ലെങ്കിൽ ഇതിടാം. ഇതിലിട്ടും ഈ റിയാക്ഷനില് എക്സ്ട്രാ പുറത്തുനിന്ന് ഇടുന്നു. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ ഇക്വിലിബ്രിയത്തിന് എന്ത് വ്യത്യാസം വരും? ഇക്വിലിബ്രിയം കൂടാം കുറയാം. ലേ ചാർലിയർ പ്രിൻസിപ്പിൾ. ഇവിടെ ഓർത്ത് നോക്കാം. തിരി വെച്ചു. ലേ ചാർലിയർ പ്രിൻസിപ്പിൾ പറഞ്ഞോ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഇവിടെ ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചു. എന്റെ താഴെ ഈ എക്സാമ്പിളിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് അഡീഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന്റെ പേരൊന്നും എഴുതി വെച്ചേ. ഇത് അസറ്റേറ്റ് അയോൺ. അല്ലെങ്കിൽ കുറച്ച് ആള് ഡൗട്ട് ആവും. ഇത് അസറ്റേറ്റ് അയോൺ. ഇതെന്തായിരുന്നു? ഹൈഡ്രോജൻ അയോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇപ്പൊ ഇടാൻ പോകുന്നതാണ് അസറ്റേറ്റ്. കേട്ടോ, ഓക്കെ, താഴെ എഴുതി വെക്കുക കേട്ടോ. അഡീഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ, addition of acetate ion to acetic acid solution, to acetic acid solution result in decreasing the concentration of addition of acetate ion to an acetic acid solution result in decreasing the concentration of hydrogen ion. Decreasing the concentration of hydrogen ion. Full stop. ഓർത്ത് നോക്കാം. ഇനി ഏതാ ആഡ് ചെയ്യാൻ പറ്റും? അസറ്റേറ്റ് അല്ലെങ്കിൽ പിന്നെ ആരാ ആഡ് ചെയ്യാം? H+. അടുത്ത ലൈനിൽ കേട്ടോ. If H+ ion are added, if H+ ion are added from an external source, then the equilibrium move in the direction of undissociated acetic acid. Undissociated acetic acid. Undissociated acetic acid. ഇത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടെ H+ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു കൂടുതൽ H+ അല്ലേ, അപ്പൊ അത് ബാക്ക്വേർഡ് ആവും. ഓർത്ത് നോക്കാം. അപ്പൊ ആ രീതിയിൽ ഇക്വിലിബ്രിയത്തിലേക്ക് ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള അയോൺ അല്ലെ, വലിയ ഇക്വിലിബ്രിയമാണ് ഇട്ട് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ എന്ത് വരും? ചേഞ്ച് വരും. ഓർത്ത് നോക്കാം. അത് ലേ ചാർലിയറിലുള്ള കാര്യമാണ്. അതവര് കോമൺ അയോൺ എഫക്റ്റ് ആയി. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ തിയറി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള ഏറ്റവും ചാൻസ് ഉള്ളത് കോമൺ അയോൺ എഫക്ട്
ഇനി എടുക്കാൻ പോകുന്ന ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ്. ഈ രണ്ട് ടോപ്പിക്കാണ് ഇതിൽ തിയറി. പിന്നെ ലേ ചാർലിയർ പ്രിൻസിപ്പിൾ, ഹെൻറീസ് ലോ, അങ്ങനെ ഒരു 4 ടോപ്പിക്കാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ എല്ലാം മാത്തമാറ്റിക്കൽ ഏരിയ. ഇവിടെ ഓർത്ത് നോക്കാം, PH അതൊക്കെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ കിടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ കോമൺ അയൺ എഫക്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ എക്സാമ്പിളും ഡെഫിനിഷനിലും എറർ ഇല്ലാതെ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. നെക്സ്റ്റ് ഹെഡിങ് ഹൈഡ്രോളിസിസ് ഓഫ് salt. Hydrolysis of salt and the pH of their solution. Hydrolysis of salt and the pH of their solution. Hydrolysis of salt and the pH of their solution. അടുത്ത ഹെഡിങ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ 10th പഠിച്ചേക്കുന്ന അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട്, ന്യൂട്രൽ സോൾട്ട്, അത് വീണ്ടും ഇവര് വരുന്നുണ്ട്. എന്തായിരുന്നു അസിഡിക് സോൾട്ട് പറഞ്ഞേ? അസിഡിക് സോൾട്ട് 10th നിങ്ങൾ പഠിച്ചേക്കുന്നതാണ്. ഒന്ന് എഴുതി വെക്കുക, അസിഡിക് സോൾട്ട് അണ്ടർലൈൻ ചെയ്യും. അതന്നെ, സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് കേട്ടോ. ഓർത്തോക്കെ ഒന്ന് എഴുതി വെച്ചേ, അസിഡിക് സോൾട്ട്, അസിഡിക് സോൾട്ട്. അസിഡിക് സോൾട്ട് അവിടെ എന്തായിരിക്കും? ഹൈഫൻ എഴുതി വെക്കുക. സ്ട്രോങ് ആസിഡ് react with weak base. Strong acid react with weak base to form acidic salt. എക്സാമ്പിൾ ഇവിടെ ഓർത്തു വെക്കുക, ഇക്വേഷൻ ഒന്നും തരില്ല, കാരണം നിങ്ങൾ വലിയ ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് ആ ഇക്വേഷൻ ഒന്നും തരില്ല. പക്ഷെ ഇക്വേഷൻ എഴുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ദെൻ വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ NH4 വീക്ക് ബേസ്, NH4Cl, അമോണിയം ക്ലോറൈഡ് വീക്ക് ബേസ് ആണ് ആക്ച്വലി. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സോറി, HCl-ഉം NH4OH സോൾട്ട് ആണ് എഴുതിയത്, NH4OH കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ സ്ട്രോങ് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടോ, സ്ട്രോങ് ആസിഡ് ആണ്. ഇത് വീക്ക് ബേസ് ആണ്. OH വേണ്ടേ ബേസിന് കേട്ടോ. ഓർത്ത് നോക്കാം, ബേസിന് OH വേണം. ദെൻ സോൾട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഒരു OH-ഉം ഇവിടെ നിന്ന് ഒരു H-ഉം കൂടി ചേർന്നാൽ എന്ത് വരും? H2O. ആസിഡ് പ്ലസ് ബേസ് ഗീസ് എന്താ കിട്ടാം? സോൾട്ട് പ്ലസ് വാട്ടർ. ഇതാണ് നമ്മുടെ സോൾട്ട്. അപ്പൊ NH4Cl. ഇത് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ കണ്ട ഐഡന്റിഫൈ ചെയ്യണം. ഇതിന്റെ പേരെന്തായിരുന്നു? അസിഡിക് സോൾട്ട് കേട്ടോ. ഇതാണ് അസിഡിക് സോൾട്ട്. ഇവിടെ സ്ട്രോങ് ആസിഡ് കേട്ടോ, സ്ട്രോങ് ആസിഡ്. ഇത് വീക്ക് ബേസ് കേട്ടോ. ഓർത്തോ, ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. സ്ട്രോങ് ആസിഡ്, വീക്ക് ബേസ്. ഇവിടെ എഴുതണം അസിഡിക് സോൾട്ട്, അസിഡിക് സോൾട്ട്. അടുത്ത എന്തായിരിക്കും? ബേസിക് സോൾട്ട്. ബേസിക് സോൾട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞേ? സ്ട്രോങ് ബേസ് കേട്ടോ, ബേസിക് സോൾട്ട്. സ്ട്രോങ് ബേസ് റിയാക്ട് വിത്ത് വീക്ക് ആസിഡ്. സ്ട്രോങ് ബേസ് റിയാക്ട് വിത്ത് വീക്ക് ആസിഡ് ടു ഫോം ബേസിക് സോൾട്ട് കേട്ടോ. എഴുതി പോണോ കേട്ടോ. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ ആണ് സ്ട്രോങ് ബേസ്, NaOH ആണ്. സ്ട്രോങ് ബേസ് ആണ് NaOH. ദെൻ വീക്ക് ആസിഡ്, പറഞ്ഞ വീക്ക് ആസിഡ് അസിറ്റിക് ആസിഡ്, CH3COOH. അപ്പൊ എന്ത് കിട്ടും? H2O റിലീസ് ചെയ്ത് എവിടെന്നാ? ഇവിടുന്ന് ഒരു OH കണ്ടോ, ഇവിടെ ചെയ്തോ OH, അതേല്ലേ OH. അപ്പൊ എന്ത് വരും? OH പോയി കഴിഞ്ഞാൽ CH3COONA, സോഡിയം എത്തനോയേറ്റ് പ്ലസ് H2O. സോഡിയം എത്തനോയേറ്റ് പ്ലസ് H2O. 10th പഠിച്ചിട്ടുണ്ട്. സോഡിയം എത്തനോയേറ്റ് കേട്ടോ. ഓർത്തോക്ക, സോപ്പ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചില്ലേ? സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് അല്ലേ? അതിന്റെ കണ്ടിന്യൂഷൻ പോലെയാണ് കേട്ടോ. ഓക്കെ,
കേട്ടോ. സോഡിയം എത്തനോയിഡ്, സോഡിയം എത്തനോയിഡ് കേട്ടോ, പ്ലസ് H2. സെയിം അസറ്റേറ്റ് കോമൺ നെയിം, എത്തനോയിറ്റ് IUPAC നെയിം. കുഴപ്പമില്ല, ഇത് വീഡിയോ നോക്കി എന്നിട്ട് വീഡിയോ നോക്കി കവർ ചെയ്താണ് കേട്ടോ. പറഞ്ഞേക്കണം കേട്ടോ, ടൈം നോക്കിട്ടോ കേട്ടോ. ഓക്കെ, അങ്ങനെ ഒന്ന് ഓർമ്മിച്ചേക്കണം, വാച്ചുള്ളതുകൊണ്ട് പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത നോക്കുക, ന്യൂട്രൽ സോൾട്ട്. ന്യൂട്രൽ സോൾട്ട്, സ്ട്രോങ് ആസിഡ് റിയാക്ട് വിത്ത് ന്യൂട്രൽ സോൾട്ട് എഴുതണം കേട്ടോ. സ്ട്രോങ് ആസിഡ് റിയാക്ട് വിത്ത് സ്ട്രോങ് ബേസ്. ഇവിടെ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ഒക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ HCl plus NaOH gives NaCl plus H2. ഇതിന്ന് വേറെ ചോദ്യമൊന്നും വരാനില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല. അവർ നേരെ പോയേക്കുന്നത് ഇതിന്റെ pH, ഇത് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ആസിഡ് വരും, ഏതൊക്കെ ബേസ് വരും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഈ കോമ്പൗണ്ട് വരും, ഈ കോമ്പൗണ്ട് വാട്ടറിൽ ഹൈഡ്രോളിസിസ് ചെയ്യുമാരൊക്കെ കിട്ടും, തിരിച്ചു വരും അല്ലെ. ഓർത്ത് നോക്കുക, എന്ത് കിട്ടും? അത് പറയാനായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റണം, അതാണ് ഇവര് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ഇക്വേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് പഠിപ്പിക്കുന്നത് തന്നെ. ഇപ്പോ ഈ ചാപ്റ്ററിൽ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ പറയുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഇതിന്റെയൊക്കെ മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് വരാനാണ് ഇതിന്റെ pH ഫൈൻഡ് ചെയ്യുന്ന സെക്ഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കുക, ഇതിന്റെ താഴെ എഴുതി വെച്ചോ. ഇക്വേഷൻ തരാം. pH is equal to half of pK minus pK. ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് pH. pH ഇവിടെ സോൾട്ടുകളുടെ ആണ് നോക്കുന്നത്, സോൾട്ടുകൾ. അതുകൊണ്ട് 7+ എന്നാണ് ഇതിനെ കൊടുക്കുക. 7 + 1/2 pKa minus pKb. Seven plus half of pKa minus pKb. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. Ka എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് എന്നാണ്. അപ്പോ pK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH ഓഫ് K ആണ് കേട്ടോ. ഓർത്ത് വെക്കാം, pH ഓഫ് Ka. Then Kb എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ അതിന്റെ വാല്യൂ വരും, എന്നിട്ട് ഇത് കണ്ടെത്താം കേട്ടോ. ഓർത്ത് വെക്കാം. ഈ ഇക്വേഷൻ അറിഞ്ഞു വെക്കണം, ഇതിനെ പിടിച്ചൊരു ബോക്സിലൊക്കെ ആക്കി വെക്കുക. പെട്ടെന്ന് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് Ka തരും, Kb തരും, നേരെ ഇതിന്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കാം. ഏതാ? K ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്, Kb ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ്. വേറെ പേര് അയണൈസേഷൻ കോൺസ്റ്റന്റ് കേട്ടോ. ഓക്കെ, അങ്ങനെയും എഴുതാം, അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ഓർ വീക്ക് ബേസ്. ഇതിന്റെ ക്വസ്റ്റൻ ഒക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. ടോപ്പിക് കഴിയും, അത് കഴിയുമ്പോൾ തന്നെ അപ്പത്തെ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം, 2 ടോപ്പിക്കും കൂടി ഉള്ളൂ ഇനി. നെക്സ്റ്റ് ഹെഡിങ് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കുക, അതുകൊണ്ട് ശ്രദ്ധിച്ച് ക്ലിയർ ആയിട്ടേക്ക് ഡെഫിനിഷൻ എഴുതി വെച്ചോ കേട്ടോ. The solution which resist change in pH. The solution which resist change in pH on dilution. The solution which resist change in pH on dilution or with the addition of small amount of acid or alkali are called buffer solution.
are called buffer solution. Common example, blood or urine. Common example, blood or urine. Then അതിന്റെ താഴെ കേട്ടോ, ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. അതിന്റെ താഴെ അസിഡിക് ബഫർ എന്ന് പറഞ്ഞെഴുതാം കേട്ടോ. അസിഡിക് ബഫർ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞുതരാം. എ മിക്സ്ചർ ഓഫ് അസിറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. Mixture of acetic acid and sodium acetate act as a buffer solution around pH 4.75. Around pH 4.75. അടുത്ത ലൈനില് അറൌണ്ട് 4.75 കേട്ടോ. ഓക്കെ, pH 4.75 ആണ്. അടുത്ത ലൈനില് ഹെഡിങ് ആയിട്ട് ബേസിക് ബഫർ അണ്ടർലൈൻ ചെയ്യുക. ബേസിക് ബഫർ അതിന് എക്സാമ്പിൾ ആണ് എഴുതുന്നത് കേട്ടോ. ബേസിക് ബഫർ അണ്ടർലൈൻ ചെയ്യുക. എ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് act as a buffer around pH 9.25. Ammonium hydroxide act as a buffer around pH 9.25. pH 9.25. pH 9.25 കേട്ടോ. ഇനി ഇതിലേക്ക് വരാം. ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഓഫ് pH. ഇതാണ് പറയുന്നത് കേട്ടോ. ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൊല്യൂഷനിൽ pH എന്ത് ചെയ്യും? ചേഞ്ച് ആവുന്നതിന് റെസിസ്റ്റ് ചെയ്യും കേട്ടോ. ഓർക്കുക. നന്ദന ഈ അടുത്തിടെ അല്ലെ കാശ്മീരിൽ പോയിരുന്നു. അങ്ങനെ പോയ സമയത്ത് അവിടുന്ന് കുറെ ഓറഞ്ച് ഫ്രൂട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആക്ച്വലി ആപ്പിൾ ഒക്കെ ഉണ്ട്. അത് ഓറഞ്ച് എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഓറഞ്ചിന് എന്തായിരുന്നു? ആസിഡ് ആണോ ബേസ് ആണോ? ഓറഞ്ച് ആസിഡ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ്? അതിന് എന്ത് ടേസ്റ്റാ? സോർ അല്ലെ. പുള്ളി ടേസ്റ്റ് ഉള്ള അതെല്ലാം എന്താണ്? നിങ്ങൾക്ക് ആസിഡ് ആണെന്ന് കരുതാം കേട്ടോ. ഓക്കെ. അങ്ങനെ ആ നന്ദന ഇങ്ങനെ കുറെ ഓറഞ്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്ലഡിന്റെ pH എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 7.4 ആണ്. 7.4 ഉണ്ടോ? ഈ 7.4 എന്താണോ? ആസിഡ് അല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓർത്ത് നോക്കുക. അത് കുറയൂ, pH ചേഞ്ച് ചെയ്യും. അയാളുടെ ബ്ലഡ് എന്ത് ചെയ്യും? ആ pH അല്ലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓറഞ്ചിൽ നിന്ന് വരുന്ന ആ ഇത് അസിഡിക് ആണ് എങ്കിൽ പോലും ആ pH-നെ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്ത് ഒരേ pH ആയിട്ട് നിർത്തും അല്ലെ. അതിനു വേണ്ടി അത് ട്രൈ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഫർ. അപ്പൊ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഓഫ് pH, ദാറ്റ് ഈസ് നോൺ ആസ് ബഫർ സൊല്യൂഷൻ കേട്ടോ. അതുകൊണ്ടാണ് എക്സാമ്പിൾ ബ്ലഡ് വന്നേക്കുന്നത് അല്ലെ. ആ ബ്ലഡ് നമ്മൾ കുറച്ച് രീതിയിൽ എന്ന് കരുതിയിട്ട് ആസിഡ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ എത്തിപ്പോകും കേട്ടോ. ഓക്കെ, അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് ശരി അല്ലപ്പോ സ്ലൈറ്റ്ലി എന്നുള്ള വേർഡ് ഓർത്ത് നോക്കണം കേട്ടോ. സ്ലൈറ്റ്ലി എന്നാ പിന്നെ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് അല്ലെ ഒരു ബഫർ സൊല്യൂഷൻ നമ്മൾ അസിഡിക് ബഫർ, ബേസിക് ബഫർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അല്ലെ. അതിന് രണ്ട് എക്സാമ്പിൾ ഉണ്ടല്ലോ. അതിന്റെ വാല്യൂ എത്രയായിരുന്നു പറഞ്ഞാൽ 4.75 അല്ലെ. അത് എന്താണ്? അസിഡിക് ബഫർ ആണ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് കുറച്ച് സ്ലൈറ്റ് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ നിൽക്കും. സ്ലൈറ്റ് ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ നിൽക്കും. അതാണ് അതിന്റെ ഉദ്ദേശം. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ ആ ബഫർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ അത് എല്ലാ സ്ഥലത്തും നമുക്ക് ആവശ്യമുണ്ട്. ആക്ച്വലി വരുന്ന സമയത്ത് ഇയാളൊരു പിക്കിൾ ഫാക്ടറി ഉണ്ടാക്കി വേൾഡ് വൈഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അറിഞ്ഞോ? അതാണ് അറിഞ്ഞില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ. ദെൻ എന്ത് ചെയ്തു? അങ്ങനെ ചെയ്യാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ pH നോക്കും. മനസ്സിലായി? അത് കൂടാനും പാടില്ല,
പറയാനും പാടില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ബഫർ എലമെന്റ് ആഡ് ചെയ്യണം അല്ലെ? ഓർത്ത് നോക്കാം. ബഫർ എലമെന്റ് ആഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഉണ്ടാവില്ല. ഓർത്ത് നോക്കാം. അപ്പൊ അല്ലെ അതിന് ഭയങ്കര ചേഞ്ചസ് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എലമെന്റ്സുകളുണ്ട്. അപ്പോൾ പുതിയ അങ്ങനെയുള്ള ഫുഡ് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഫാക്ടേഴ്സുകളിൽ വരുമ്പോഴെല്ലാം ഈ ബഫർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ വളരെ ക്ലിയർ ആയിട്ട് പോകുന്ന എലമെന്റ് ആണ്. അപ്പൊ ഓർത്ത് നോക്കാം. ബഫർ എന്ന് പറയുമ്പോൾ ദ സൊല്യൂഷൻ വിച്ച് അല്ല ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്, ഒരു ടോപ്പിക് കൂടി ഉള്ളൂ. അപ്പൊ അസിഡിക് ബഫറും ബേസിക് ബഫറും ഒക്കെ എക്സാമ്പിളൊക്കെ പഠിക്കണം അല്ലെ? അസിഡിക് ബഫർ അവിടെ പഠിച്ചു കഴിഞ്ഞു കണ്ടോ. അസറ്റിക് ആസിഡ് മിക്സിംഗ് വിത്ത് സോഡിയം അസറ്റേറ്റ് അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ ആ വാല്യൂ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ബേസിക് ബഫർ എന്ന് പറയുമ്പോൾ ആ ഒരു 9 എത്രയായിരുന്നു? 9.25 ഉണ്ടോ? 9.25 ആയിട്ട് തന്നെ ഒന്നെടുത്ത് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരും അല്ലെ? ഓർത്ത് വെക്കണം. ഓക്കെ, അത് പറയണ്ട. അപ്പൊ ആ ബഫറിന്റെ ഡെഫിനിഷൻ തന്നെ പഠിച്ചാൽ മതി. ഇവിടെ സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തോ? ബഫർ സൊല്യൂഷൻ. വെരി ഗുഡ്, എക്സലന്റ് ആയിട്ട് പറഞ്ഞു അല്ലെ? ഒരു എറർ ഒന്നും ഇല്ലാതെ. ബിംബിൾ അങ്ങനെ പറഞ്ഞു. pH ഏകദേശം നമ്മൾ പറഞ്ഞാൽ മതി. കറക്റ്റ് ആയിട്ട്. സൊല്യൂഷൻ വിച്ച് pH or addition of small amount of ആരൊക്കെ ആഡ് ചെയ്യുമ്പോഴാ? ആസിഡോ അതാണ് അവിടെ. ആരോട് ചെയ്യുമ്പോഴായിരിക്കും അല്ലെ? സൊല്യൂഷൻ. ഓക്കെ, നന്ദനം. നെക്സ്റ്റ് ആദിത്യ പറഞ്ഞു. മോനെ വീഡിയോ ഓണാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓണാക്കണം കേട്ടോ എല്ലാവരും തന്നെ. പറഞ്ഞു. ഓക്കെ. ഓക്കെ, then Samuel. മൈക്ക് എടുത്ത് വെച്ചു. മൈക്ക് ദൂരെ ആയതുകൊണ്ട് കേൾക്കുന്നില്ല മോനെ. പറഞ്ഞു. ഓക്കെ, പറയുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, മൈക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, എന്നാലും പറയുന്നുണ്ട്, കുഴപ്പമില്ല. തീർത്താ ഓക്കെ. then മീനാക്ഷി. addition of buffer solution. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഞാനിപ്പോ ഞാൻ പറയുന്നില്ല, ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിലും വീഡിയോ ഓൺ ആക്കണം കേട്ടോ. ഓക്കെ, then നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. സോലുബിലിറ്റി പ്രോഡക്റ്റ്. നെക്സ്റ്റ് സോലുബിലിറ്റി ഇങ്ങനെ എഴുതി വെച്ചോ. സോലുബിലിറ്റി സോലുബിലിറ്റി product constant. Solubility product constant.
ഇല്ല, പുതിയ ഹെഡിങ് ആണ് കേട്ടോ. ബഫർ സൊല്യൂഷൻ കഴിഞ്ഞു, പുതിയ ഹെഡിങ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. അതിനു മുമ്പ് ചെറിയൊരു ഹെഡിങ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്, സോലുബിലിറ്റി ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് നമ്മൾ എടുക്കാത്തതിന് കാരണം ആദ്യത്തെ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ തന്നെയാണ്, ഒരു സോൾട്ട് വെള്ളത്തിലിട്ടു അല്ലെങ്കിൽ നിങ്ങൾ കെയിൻ ഷുഗർ വാട്ടറിൽ ഇട്ടാൽ എന്ത് പറ്റും? വാട്ടറിലിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡിസോൾവ്. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേര് ഡിസൊല്യൂഷൻ. എന്താ വിളിക്കുന്നത്? ഡിസൊല്യൂഷൻ. അപ്പോ എന്താണ്? സോളിഡ് സോൾട്ട് ഡിസോൾവ് ഇൻ എ ലിക്വിഡ് ആൻഡ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഡിസൊല്യൂഷൻ. അങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന ആ സോൾട്ട് ഉണ്ടല്ലോ, സോൾട്ട്, അതിനൊരു ആഗ്രഹം ഉണ്ടാവും തിരിച്ച് എന്തിലേക്ക് വരണം അല്ലെ? തിരിച്ച് പഴയതിലേക്ക് പോകണം എന്നുള്ളത് അല്ലെ? ഓക്കെ അല്ലെ? ഇപ്പൊ ഓർത്ത് നോക്കുക, വിമലിന് ഒരു ആഗ്രഹമാണ് ഇടക്ക് അല്ലെ, കുഞ്ഞുവാവയായിട്ടൊക്കെ അങ്ങനെ അല്ലെ തിരിച്ചൊരു പോക്ക് പറ്റുമോ? ഇല്ല, അങ്ങനെ നമുക്കിപ്പോ പറ്റൂല അല്ലെ? ഓർത്ത് നോക്കാം. എങ്കിലും ഇടക്ക് അല്ലെ അങ്ങനെ പിന്നെ അരിച്ചിറക്കാറുണ്ടായിട്ടില്ലേ അല്ലെ? ഓർത്ത് നോക്കാം. ഇടക്ക് നമ്മളൊരു അല്ലെ കുഞ്ഞുങ്ങളാവാറുണ്ട്. ഓക്കെ. അപ്പൊ നോർമലി ഇവർക്കത് പറ്റും. അപ്പൊ ഇവര് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാൻ ഒരു ഗ്ലാസ് വെള്ളത്തില് നിങ്ങൾ ഷുഗർ മിക്സ് ചെയ്തു, അതിനെ പതുക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുറഞ്ഞു വരും. അതിനടുത്ത് താഴെ എന്ത് കിടക്കും? ഈ ആ ഡിസോൾവ് ചെയ്ത സോൾട്ട് അല്ലെ കുറെ മിക്സ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് അത് പതുക്കനെ എന്ത് ചെയ്യും? തിരിച്ച് സോളിഡ് ആവും. അതിനെ വിളിക്കുന്ന പേര് റീക്രിസ്റ്റലൈസേഷൻ. എന്താ വിളിക്കുന്നത്? റീക്രിസ്റ്റലൈസേഷനെ ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കും. അത് നോക്കാം. അപ്പൊ ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും അത് നമ്മൾ ഇതിലെ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കുഞ്ഞു കാര്യമാണ് സോലുബിലിറ്റിയിൽ വരുന്നത്. അപ്പോ ഇവിടെ നിന്ന് മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹെഡിങ് എഴുതി വെച്ചേക്കുന്നത്. മാത്തമാറ്റിക്കൽ പ്രോബ്ലം. അപ്പോ ഇത് ഇക്വിലിബ്രിയം അല്ലേ? അപ്പോ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യും? കെ സി അപ്ലൈ ചെയ്യും. എന്ത് അപ്ലൈ ചെയ്യും? കെ സി. അപ്പോ വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. എന്താണ്? ഒരു ഗ്ലാസ് വെള്ളത്തില് എന്ത് ചെയ്യും അല്ലെ? സോൾട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആയിരിക്കണം, അത് ഡിസോൾവ് ചെയ്യും, ആ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അവിടെ വരുന്ന ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോലുബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പൊ സോലുബിലിറ്റി പ്രൊഡക്റ്റ് എവിടെ വരുന്നതാണ്? ഡിസോൾവ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും എന്ത് വരും? സോലുബിലിറ്റി പ്രൊഡക്റ്റ് വരും കേട്ടോ. ഓക്കെ. അപ്പോ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിളിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് പോയിരിക്കുന്നത്, വേറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല, നേരെ എക്സാമ്പിളിലേക്കായിട്ടാണ് പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒന്ന് എഴുതി വെച്ചു, ഒരു ചെറിയൊരു ഇതായിട്ട്. ദ സോലുബിലിറ്റി ഓഫ് അയണിക് സോളിഡ്. വേണ്ട, അവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ, ഒരു വേർഡ് എഴുതി വെച്ചു, ഒരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു വേർഡ് എഴുതി വെക്കുക കേട്ടോ. ദ സോലുബിലിറ്റി ഓഫ് അയണിക് സോളിഡ്. അയണിക് സോളിഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വരും ഒന്ന് പറഞ്ഞേ? NaCl, KCl അല്ലെ, അങ്ങനെയുള്ള അയണിക് സോളിഡ് കേട്ടോ. ദ സോലുബിലിറ്റി ഓഫ് അയണിക് സോളിഡ് ഇൻ വാട്ടർ. The solubility of ionic solid in water to form equilibrium. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക rate of dissolution equal to rate of crystallization. Rate of dissolution equal to rate of crystallization. Then ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കില് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിന് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു ഏരിയ വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. BaSO4 ബേരിയം സൾഫേറ്റ്, BaSO4 എക്സാമ്പിൾ ആണ് കേട്ടോ, എക്സാമ്പിൾ 1. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ 1. BaSO4 നിങ്ങൾ വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, വാട്ടർ ഉണ്ടെന്ന് ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ H2O എന്ന് എഴുതി വെച്ചോ കേട്ടോ, ഓർത്ത് നോക്കുക. ഡിസൊല്യൂഷൻ അങ്ങനെ വരുമ്പോ എന്തൊക്കെ Ba2+ ആൻഡ് Ba2+. പ്ലസ് എന്ത് വരും? SO4 2-. Ba2+ plus SO4 2-. ഈ Ba ഇല്ലേ, Ba2+ ആയിട്ടും SO4 2- ആയിട്ടും സ്പ്ലിറ്റ് ആകും അയോൺസുകൾ. NaCl വെള്ളത്തിലിട്ട് എന്ത് വരും?
എന്തൊക്കെയായിട്ട് വരും? Na പ്ലസ് ആൻഡ് Cl മൈനസ് ആണ് ഓർത്ത് നോക്കാം. അപ്പൊ ആ രീതിയിൽ അല്ലെ KCl വെള്ളത്തിലിട്ടാൽ എന്ത് വരും? K പ്ലസ് ആൻഡ് Cl മൈനസ് അല്ലെ. 10th സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് സോൾട്ട്, ആസിഡ് ബേസ് ആൻഡ് സോൾട്ട്. ആസിഡ് വെള്ളത്തിലിടുമ്പോൾ എന്ത് വരും? H പ്ലസ് ആൻഡ് Cl മൈനസ്. അവിടെ സോൾട്ടുകൾ പഠിച്ചു. ഏതൊക്കെയാ സോൾട്ടുകൾ പഠിച്ചേ? NaCl ഉണ്ടായിരുന്നു, ഫോർമേഷൻ ഓഫ് സോൾട്ട് NaCl. പിന്നെന്തായിരുന്നു? ഫോർമേഷൻ ഓഫ് CaCl2. അപ്പൊ ഞാൻ പറഞ്ഞു സോൾട്ടുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു പോർഷൻ മെറ്റൽ, മറ്റേ പോർഷൻ എന്തായിരിക്കും? നോൺ മെറ്റൽ. മെറ്റൽ എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക? മെയിൻ ആയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് കേട്ടോ? ഞാൻ പറയുന്നത് നമുക്ക് സോൾട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഐഡിയ കിട്ടത്തില്ല. ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരൊക്കെ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇത് തന്നെയാണ് വരുന്നത്. റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഓർത്തോക്കാം. അതെല്ലാം ഇവിടെ വരാം അല്ലെ. ഈ ബിക്ക് വരെ എനിക്ക് പൊട്ടാസ്യം കൊടുക്കാം അല്ലെ, അങ്ങനെയൊക്കെ വരാം. അതാണ് സോൾട്ട്. അത് വെള്ളത്തിലിട്ടാൽ ഒരെണ്ണം മെറ്റൽ ആയിരിക്കും, മറ്റൊരു എന്തായിരിക്കും? നോൺ മെറ്റൽ. ബാലൻസി ആണ് ആ മോളിൽ വരുന്നത് അല്ലെ, പുറത്തു വെക്കാം. അപ്പോ ഇതിൽ ഇക്വിലിബ്രിയം കൊടുത്താൽ എന്ത് വരും? ഇക്വിലിബ്രിയം KSP ഓർത്ത് നോക്കാം. KSP എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി പ്രോഡക്റ്റ്. എന്തായിരുന്നു? KSP എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി പ്രോഡക്റ്റ് ഓർത്ത് നോക്കാം. K എന്താണ്? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ഇൻ സോലുബിൾ അല്ലെ, അതിനെയാണ് KSP എന്ന് വിളിക്കുന്നത്. KSP ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കാം, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എന്തായിരിക്കും ഇത്? ഇതിനെന്താ വിളിക്കുന്നത്? പ്രൊഡക്റ്റ് ഓർത്ത് നോക്കാം. പ്രൊഡക്റ്റ് ഏതായിരിക്കും? Ba2+. പിന്നെന്തായിരുന്നു? SO4 2- ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? BaSO4 ഓൾ ഡിവൈഡ് ബൈ BaSO4. ഓർത്ത് നോക്കാം, നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞാണ് ഈ ചാപ്റ്റർ ലെങ്തിയസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും ലെങ്ത് കൂടിയ ചാപ്റ്റർ ഇതാണ്. പക്ഷെ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നത് വെച്ചേക്കാന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറെ ടേമുകളാണ്. ആദ്യം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, പിന്നെ അത് കഴിയുമ്പോൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ്, ദെൻ നെക്സ്റ്റ് അടുത്തത് എന്താണ്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ബേസ്, ദെൻ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, ദെൻ നെക്സ്റ്റ് സോളിബിലിറ്റി പ്രോഡക്റ്റ്. ഇതെല്ലാം ഒരാളാണ്. അതെങ്ങനെയാവുന്നേ? ഒരു മമ്മൂട്ടി ഒരു 50 സിനിമയിൽ അഭിനയിച്ചു. എല്ലാ സ്ഥലത്തിലും മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് അഭിനയിച്ചത്. എന്താ അങ്ങനെ അഭിനയിച്ചുകൂടായിരുന്നത്? ഒരേപോലെയാണോ പിന്നെ അഭിനയിക്കുന്നത്? മോഹൻലാല് ഒരാളെ എല്ലാത്തിലും ആദ്യത്തെ ഒരു ഫിലിമിൽ വരുമ്പോൾ തന്നെ കോട്ടിടുന്നു, അടുത്തതിലും ഒരേ കോട്ടും ഒരേ ഡ്രസ്സും ഒരേ പേരും. അങ്ങനെയാണോ? എന്തുകൊണ്ട് അങ്ങനെ അഭിനയിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ സീനിൽ കാണാൻ ശ്രമിക്കുന്നു ഒരാള്? അങ്ങനെയാണോ? അല്ല അല്ലെ. ആ ക്യാരക്ടർ അതുപോലെയാ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഒരാളാണ്. ആരാ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. മമ്മൂട്ടിനെ പോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഒരേ ഫോർമാറ്റാ. പക്ഷെ പേര് മാത്രം എന്ത് ചെയ്യും? മാറും അല്ലെ. പേര് മാത്രം മാറും. ഇത് സെയിം ആണ്. എല്ലാത്തിനും ഫോർമാറ്റ് എന്താ? എല്ലാത്തിലും ഇനി പഠിക്കുന്നതിൽ എല്ലാത്തിനും എന്തായിരിക്കും? ഇത് ഡിവൈഡഡ് ബൈ ഇതെന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ്. ഇനി ഇതിന്റെ ഫ്രണ്ടിൽ 3 എന്ന് കൊടുത്താൽ ഇതിന്റെ മുകളിൽ 3 എന്ന് കൊടുക്കണം. ഇതിന്റെ ഫ്രണ്ടിൽ 4 എന്ന് കൊടുത്താൽ എന്ത് കൊടുക്കണം? ഇതിന്റെ മുകളിൽ 4. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് റേസ് ടു റെസ്പെക്റ്റീവ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ 3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 3 ഓർത്ത് നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. ദൈവമേ, ഓരോ സാധനങ്ങളും ഇങ്ങനെ പഠിച്ചു. ഒന്നുമില്ല, എല്ലാത്തിലും ഒരേ ഫോർമാറ്റിൽ എഴുതാം, പക്ഷെ പേര് മാറിക്കൊണ്ടിരിക്കും. ഓർത്ത് നോക്കാം. അപ്പൊ ഇക്വിലിബ്രിയം എവിടെയൊക്കെ വരുന്നോ അവിടെ എല്ലാം എന്ത് വരും? പേര് മാറും, പക്ഷെ എഴുതുന്ന രീതിയൊക്കെ സെയിം ആയിരിക്കും. ഇത് എന്തുകൊണ്ട് SP എന്ന് കൊടുത്തേ? സോലുബിലിറ്റി പ്രോഡക്റ്റ്. സോലുബിൾ ആകുമ്പോ അല്ലെ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം, therefore സോലുബിലിറ്റി പ്രോഡക്റ്റ് ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയം എന്നുള്ള വേർഡ് പോലും ഇല്ല. എന്താ ഹെഡിങ്? സോലുബിലിറ്റി പ്രോഡക്റ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ എഴുതുമ്പോൾ ഒരേ ഫോർമാറ്റിലാണ് ഇങ്ങനെ വരും കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ശ്രദ്ധിക്കുക, ഈ BaSO4 സോളിഡ് ആയിരുന്നു. സോളിഡ് അല്ലെ, നിങ്ങൾക്കറിയാം NaCl അതുപോലെയുള്ള സോൾട്ടുകളെല്ലാം സോളിഡ് ആണ്. സോളിഡ് വന്നാൽ 1 ആണ് ആൻസർ. എന്താ? 1. പ്യുവർ വാട്ടർ വന്നാലും 1 ആണ് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയാവുമ്പോ KSP ഈക്വൽ ടു എന്ത് വരും? KSP ഈക്വൽ ടു Ba2+ ആൻഡ് SO4 2-. ഇങ്ങനെ എഴുതണം, SO4 2-. ഇത്രയും വരെ എടുത്തെഴുതി എല്ലാവരും. ഇവിടെ BaSO4 1 കേട്ടോ. ഓർത്ത് നോക്കുക, BaSO4 1 ആണെന്ന് പറയണം. BaSO4 കേട്ടോ. ഓർത്ത് നോക്കാം, 1. എന്തുകൊണ്ടാണ് 1 ആയത്? സോളിഡ് കേട്ടോ. സോളിഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ കേട്ടോ, ഓർത്ത് നോക്കാം, സോളിഡ് ആണ് എങ്കിൽ അത് 1 ആയിട്ട് ആണ് കൊടുക്കുക.
KSP equal to ഇവിടം വരെ കറക്റ്റ് കേട്ടോ. BA2 plus SO4 2 minus. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനെന്താ വിളിച്ചത് സോലുബിലിറ്റി പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇത് മെയിൻ ആയിട്ട് ഓർത്ത് നോക്കണം. ഇത് എഴുതി വെക്കണം കേട്ടോ. KSP എന്താണെന്ന് എഴുതി വെച്ചെല്ലാവരും സോലുബിലിറ്റി പ്രൊഡക്റ്റ്. ഇനി സോലുബിലിറ്റി പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവാൻ വേണ്ടി എന്താ ഇക്വിലിബ്രിയം ഇൻ സോലുബിൾ സബ്സ്റ്റൻസ് കേട്ടോ, ഓർത്ത് നോക്കുക. ഇക്വിലിബ്രിയം ഇൻ സോലുബിൾ സബ്സ്റ്റൻസ്, അതിനെയാണ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ഇൻ സോലുബിൾ സബ്സ്റ്റൻസ്, അതാണ് KSP. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കണം കേട്ടോ, ഓർത്ത് നോക്കുക. ഇക്വിലിബ്രിയം ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി ഇവിടെ ഓർത്ത് വെക്കുക, ഈ BA2+ ഒരു അയോൺ ആണ് SO4. അതിന് ഇൻഡിവിജ്വലി ഓരോന്നിനും നമ്മൾ വിളിക്കുന്നത് സോലുബിലിറ്റി എന്നാണ്. എന്താ വിളിക്കുന്നത്? സോലുബിലിറ്റി. ഇൻഡിവിജ്വൽ എമൗണ്ട് ഓർത്ത് നോക്കുക, എത്ര എണ്ണം ഡിസോൾവ് ആയി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എമൗണ്ട് ആണ് വരുന്നത്. അപ്പോ ഓർത്ത് നോക്കുക സോലുബിലിറ്റി ഓഫ്, അടുത്ത ലൈനിൽ എഴുതി വെക്കുക സോലുബിലിറ്റി, അതിന് S എന്നാണ്. സോലുബിലിറ്റി S എന്ന് എഴുതി വെച്ച എല്ലാവരും സോലുബിലിറ്റി S. അടുത്ത ലൈനില് സോലുബിലിറ്റി ഓഫ് BA2+, സോലുബിലിറ്റി ഓഫ് അങ്ങനെ എഴുതണം കേട്ടോ, സോലുബിലിറ്റി ഓഫ് BA2+, സോലുബിലിറ്റി ഓഫ് BA2+. എല്ലാവരും ആ വേർഡ് തന്നെ എഴുതണം. സോലുബിലിറ്റി ഓഫ് BA2+ ഈക്വൽ ടു ഒരു S. എത്ര BA ആണ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് ഒരെണ്ണമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് കൊടുത്താൽ മതി? ഒരു S. ദെൻ സോലുബിലിറ്റി ഓഫ് SO4, ഒരെണ്ണം ഉള്ളൂ അവിടെ അല്ലേ? ഓക്കെ, ഒരെണ്ണമല്ലേ ഉള്ളൂ, അപ്പോ ഒരു S അത്രേ ഉള്ളൂ. കേട്ടോ, ഓർത്ത് നോക്കാം. ഒരു BaSO4 ഉള്ളൂ, BaSO2- ആണ്, അതിനാണ് ഒരു S എന്ന് കൊടുത്തത്. അടുത്ത ലൈനിൽ എഴുതി വെക്കുക റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോലുബിലിറ്റി ആൻഡ് സോലുബിലിറ്റി പ്രൊഡക്റ്റ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോലുബിലിറ്റി ആൻഡ് സോലുബിലിറ്റി പ്രൊഡക്റ്റ്. സോലുബിലിറ്റി എന്ന് പറഞ്ഞ S ആണ്, അതും ഈ സോലുബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ KSP ആണ്. അത് തമ്മിലുള്ള റിലേഷൻ ആണ്. KSP ഈക്വൽ ടു എന്ത് വരും? ഈ BAയുടെ പൊസിഷനിൽ ഞാൻ എന്ത് കൊടുക്കും? BAയുടെ പൊസിഷനിൽ ഒരു S അല്ലേ ഉള്ളൂ, S കൊടുക്കും. then SO4 പൊസിഷനിൽ എന്ത് വരും? S. അപ്പൊ KSP ഈക്വൽ ടു S സ്ക്വയർ. KSP ഈക്വൽ ടു S സ്ക്വയർ. KSP equal to S square. അപ്പോ ഇവിടെ ശ്രദ്ധിക്കാം, ഈ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഇവിടെ ഒരു 3 ഉണ്ടായിരുന്നെന്ന് കരുതാം. 3. അപ്പൊ എന്ത് വരും? ഈ BA3 വരും. ഇവിടെ എന്ത് വരും? 3S വരും. ഈ 3S ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് സ്ക്വയർ കൊടുക്കുമ്പോൾ എന്ത് വരും? 3 × 3 × 3 27 ടൈം അങ്ങനെയൊക്കെ മാറും കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് ഈ ക്വസ്റ്റിന്റെ ചലഞ്ച് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റിനിലേക്ക് നമുക്ക് എഴുതാം. അപ്പൊ മനസ്സിലാവും കേട്ടോ, ഓർത്ത് നോക്കാം. ആദ്യത്തെ ഏറ്റവും എളുപ്പമാണ്. ഇത് നല്ലൊരു അടിപൊളി ക്വസ്റ്റൻ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് ക്വസ്റ്റൻ എഴുതി വെച്ചു. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ തന്നെയാണ്. പ്രോബ്ലം 6.26 ആണ്. ഇന്ന് എഴുതി വെച്ചു കേട്ടോ. കാൽക്കുലേറ്റ്, എല്ലാവരും ക്വസ്റ്റൻ എഴുതണം കേട്ടോ, എല്ലാവരും എഴുതണം. കാൽക്കുലേറ്റ് ദ സോലുബിലിറ്റി ഓഫ്, കാൽക്കുലേറ്റ് ദ സോലുബിലിറ്റി ഓഫ് A2X3. ഞാൻ എഴുതണ പോലെ എഴുതണം, ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ A ആണ്. A2X3 നമ്മൾ L2O3 എന്നൊക്കെ പറയൂലേ, അതുപോലെ A2X3 ഓർത്ത് നോക്കുക. A2X3 ഇൻ പ്യുവർ വാട്ടർ, ഇൻ പ്യുവർ വാട്ടർ, assuming that neither kind of ion ion react with water, neither kind of ion react with water. To stop. The solubility product of A2X3
എന്നിട്ട് കെ എസ് പി അവർ തന്നിട്ടാണ് 1.1 into 10⁻⁻23. 1.1 into 10⁻⁻23. (1.1 into 10⁻⁻23). ഇവിടെ ശ്രദ്ധിക്കാം, ഇതിൽ ഞാൻ ബോർഡിൽ എഴുതുന്ന എല്ലാ സ്റ്റെപ്പും നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് പോകും. A2x3 വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? A2x3 വാട്ടറിലേക്ക് ഇടാണ്, ഫോർവേഡും ബാക്ക്വേർഡും. എത്ര A ഉണ്ട് ഇവിടെ നിന്ന്? എത്ര A ഉണ്ട്? 2A പ്ലസ് എത്ര x ഉണ്ട്? 3x. 3x. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കാം. ഇനി ഇതിന്റെ മുകളില് ചാർജ് എഴുതും. ആ ചാർജ് എങ്ങനെ വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കാം, A2x3 അല്ലെ, ഇങ്ങനെയല്ല എഴുതിയേക്കുന്നത്. A2x3 ഇത് നമ്മള് മീനിങ് ആയിട്ട് വരുന്നത്, ഇത് ക്രോസ് ചെയ്തിട്ട് വരുമ്പോഴാണ് ഈ ഏരിയ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ A എന്ന് പറയുന്നതിന് 3 ആണ് ചാർജ്, ഇവിടെ 2. ഇതിങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫോർമുല കിട്ടുന്നത്. ശരിയല്ലേ? അല്ലെ? ഓർത്ത് വെക്കാം. Al2O3 പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറയാം. Al2O3. അപ്പൊ ഇതിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ A3+ ആണ്. ഇതെന്താ? A3+. ദെൻ എക്സിന്റെ ചാർജ് എന്താ? -2. ഇത് നിങ്ങൾക്ക് കാണാൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം 9th നിങ്ങൾക്ക് പണ്ട് പഠിപ്പിച്ചേക്കുന്നത് അല്ലെ. 9th AlCl3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെ കിട്ടിയത്? AlCl3 9th പഠിപ്പിക്കുന്നുണ്ട്. അലൂമിനിയം വാലൻസി 3 അല്ലെ, ഓർത്തു നോക്കാം. ക്ലോറിൻ വാലൻസി 1. എന്ത് ചെയ്യുന്നു? ക്രോസിംഗ് എന്ന് ഓർത്തു നോക്കാം. അപ്പൊ അലൂമിനിയത്തിന്റെ ചാർജ് Al3+, Clന്റെ ചാർജ് -1 ഓർത്തു നോക്കാം. കാരണം വാലൻസി ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നേരെ എഴുതിയിട്ടുണ്ടാവും. ഒരു കാര്യം പറയാം, ഇവിടെ നിങ്ങൾക്ക് ഈ ചാർജ് അറിഞ്ഞില്ലെങ്കിലും ഇതിന് ആൻസർ ഫുള്ള് കിട്ടും. ആ ചാർജിന് ഇമ്പോർട്ടൻസ് ഈ ക്വസ്റ്റ്യനിലില്ല. ഏത് ക്വസ്റ്റ്യനിലില്ല? സോളിബിലിറ്റിയിൽ ഇല്ല. അല്ല സോറി, ഈ ചാർജ് ഇനിയിപ്പോ ഇതാണോ അതാണോ അങ്ങനെ ആണെങ്കിൽ ആ ചാർജ് എഴുതാനായിട്ട് പോണ്ട. ഇപ്പൊ ചാർജ് എഴുതുന്നത് നല്ലതാണ്, പക്ഷെ ചാർജ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അത് പറയാൻ വേണ്ടിയിട്ടാണ്, ഓർത്ത് നോക്കുക. ഇനി ഇതിന്റെ KSP എങ്ങനെ എഴുതും? ചെയ്യാനൊന്ന് പറഞ്ഞു. KSP എങ്ങനെ എഴുതും പറഞ്ഞു? KSP equal to 2A ആണോ എഴുതോ? 3A ആണോ എഴുതോ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ആരാ പ്രൊഡക്റ്റ്? A അല്ലെ? A 3+. ഇതാണ് റേസ് ടു റെസ്പെക്റ്റീവ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ശ്രദ്ധിക്കുക കേട്ടോ, ഓർത്ത് നോക്കാം. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു റെസ്പെക്റ്റീവ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത എങ്ങനെ എഴുതും പറഞ്ഞു? അടുത്ത ആൾ പറയും. x അല്ലെ, -2 ആണ്. റേസ് ടു എത്ര എഴുതും? 3. കണ്ടോ, ഓർത്ത് ഇത് ഇവിടുത്തെ 3 ഉണ്ട് അല്ലെ, 3. ദെൻ ഇത് താഴെ എഴുതും അല്ലെ, ഓർത്ത് നോക്കാം. A2x3. ഞാൻ പറഞ്ഞു ഇത് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇതെന്തായിരിക്കണം? സോളിഡ്. അവർ തരുമൊന്നുമില്ല, നിങ്ങൾ അറിയണം. സോളിഡ് ആണെങ്കിൽ എത്ര എടുക്കാവോ? 1. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതും? KSP equal to A plus 3+ raised to 2x -2 raised to 3. കേട്ടോ, ഓർത്ത് നോക്കാം. ഈ ബ്രാക്കറ്റ് ഒന്നും ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പോരുത് കേട്ടോ, ഓർത്ത് നോക്കാം. ചില ആൾക്കാർ 2 × 3 അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, ഓർത്ത് നോക്കാം. അത് അയോണാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് അടുത്ത ലൈനിൽ എന്ത് എഴുതും എന്ന് പറഞ്ഞേ. അടുത്ത ലൈനിൽ എന്ത് എഴുതും? നേരത്തെ എഴുതിയ പോലെ നോക്കിയേ, ഞാൻ പറഞ്ഞുതരൂല. അടുത്ത ലൈനിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും വരെ നിങ്ങൾ എഴുതുമ്പോൾ ഒരു ലെവലാണത്. അടുത്ത ശ്രദ്ധിക്കുക, സോലിബിലിറ്റി ഓഫ് A3+ അല്ലെ,
A3+. സോളിബിലിറ്റി ഓഫ് A3+ എന്ത് വരും? എത്ര എ ആണ് ഇവിടുന്ന് റിലീസ് ചെയ്തേക്കുന്നത്? നോക്കി, ഇതിൽ നോക്കിയേ, എത്ര എ റിലീസ് ചെയ്തിട്ടുണ്ട്? 2. അപ്പൊ എന്ത് എഴുതണം? 2s. ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ആള് പറഞ്ഞു മോനെ. ആ, x⁻2 അല്ലെ, 2 - ചാർജ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എത്ര എക്സ് ആണ് അവിടെ നിന്ന് റിലീസ് ചെയ്ത് നോക്ക്? 3s. ഓർത്ത് നോക്കാം. അപ്പോ ഈ എക്സും കിട്ടി, എക്സും കിട്ടി, എയും കിട്ടി അല്ലെ. ഓക്കെ, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? KSP ഓർത്ത് നോക്കാം. അപ്പോ ഇത് രണ്ടെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓർത്ത് നോക്കാം കണ്ടോ. ഇനി എന്ത് ചെയ്യും? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KSP ആൻഡ് S. ഓർത്ത് നോക്കാം. അടുത്ത എഴുതി വെക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KSP ആൻഡ് S. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KSP ആൻഡ് S. KSP ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, എയുടെ പൊസിഷനിൽ ആരെഴുതും ഒന്ന് പറഞ്ഞെടുത്താൽ കണ്ടോ? KSP അല്ലെ. പുറത്തു നോക്കുക, ഈ എയുടെ പൊസിഷനിൽ ഞാൻ 2s എഴുതും. ഇവിടെ ശ്രദ്ധിക്കുക, 2s റൈസ് ടു എത്ര വരും? 2. ദെൻ എന്താ പറഞ്ഞു? അടുത്ത് എന്തെഴുതും? എക്സിന്റെ പൊസിഷനിൽ 3s അല്ലെ. ഓക്കെ, റൈസ് ടു 3 ഓർത്ത് നോക്കാം. അപ്പോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം, 3s റൈസ് ടു 3. അപ്പോ പല ബുക്കുകളിലും കണ്ടേക്കുന്നത് നേരിട്ട് ഇവിടെ നിന്ന് തന്നെ കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോ എറർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റെപ്പായിട്ട് എഴുതി കൊടുക്കണം. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. KSP ഈക്വൽ ടു 2ന്റെ സ്ക്വയർ എത്രയാ അല്ലെ? 4. 4s സ്ക്വയർ ഇൻറ്റു 3 × 3 9. 9 × 3 27. 27s³. Then KSP equal to, next step 4 × 27 എത്ര കിട്ടി? 108. 108. വെരി ഗുഡ്. s raised to 5. ഇത്രയും വരെ എത്തണം. ഇനി നെക്സ്റ്റ് KSPയുടെ വാല്യൂ വന്നിട്ടുണ്ട്. എത്രയാ? 1.1 × 10⁻³ 3. 1.1 × 10⁻³ ഈക്വൽ ടു 108 s raised to 5. s ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിയുമ്പോ ഇതിനെനിക്ക് ഇവിടെ s raised to 5 ആയതുകൊണ്ട് ഞാനൊരു പരിപാടി ചെയ്യും. ഇത് 10⁻⁻25 s ന്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റും. അപ്പൊ എന്ത് വരും? 110 × 10⁻⁻25. മനസ്സിലായോ? ഡിജിറ്റ് പുറത്തേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഓർത്ത് നോക്കാം. 1110 മനസ്സിലായോ? ഇവിടെ നിന്ന് ഒരു ഡിജിറ്റ് മാറ്റി കഴിഞ്ഞാൽ -24. ഇവിടെ നിന്ന് ഒരു 0 കൂടി കൊടുത്തു കഴിഞ്ഞാൽ -25. ഓർത്ത് നോക്കാം. 1110 × 10⁻⁻25 ഈക്വൽ ടു 108 s raised to 5. Then s raised to 5 ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? 110 × 10⁻⁻25 all divided by 108. ഇത് അപ്രോക്സിമേറ്റ്ലി ചെറിയ വേരിയേഷൻ അല്ലേ ഉള്ളൂ. എത്രയായിട്ട് എടുക്കാം? 1. അപ്രോക്സിമേറ്റ്ലി എത്രയായിട്ട് എടുക്കാം? 1. അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് എടുത്താൽ എത്ര വരും? അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് എടുത്താൽ s raised to 5 ഈക്വൽ ടു 10⁻⁻25. Therefore s is equal to 10⁻⁻5. ഓർത്തോ, ഇതാണ് ആൻസർ. ഓർത്തോ. കുഴപ്പമില്ല, ചെറിയ വേരിയേഷൻ അല്ലേ. നിങ്ങൾക്ക് 110 1008 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.00 കഴിഞ്ഞിട്ടല്ലേ ഒരു നമ്പർ കിട്ടുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് 1 ആക്കി എടുത്തേക്കാം. s is equal to 10⁻⁻5. അപ്പൊ s എന്ന് പറഞ്ഞ സോല്യൂബിലിറ്റി, KSP എന്ന് പറഞ്ഞ എന്താ? സോല്യൂബിലിറ്റി പ്രോഡക്റ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, a raised to 2 ആ ഫോർമാറ്റിൽ എല്ലാത്തിലും കേട്ടോ, ഈ ചാപ്റ്ററിലുള്ള എല്ലാത്തിലും ഇതേ തന്നെയാ വരുന്നത് കേട്ടോ. x raised to 3 ഉണ്ടോ. ഓക്കെ, ആ രീതിയിലാണ് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്ത് എഴുതണ്ടേ കേട്ടോ. ഓർത്ത് നോക്കാം. ക്ലിയർ ആണോ?
ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഏത് ഈ കിട്ടിയേക്കണാണോ? ഈ 5 കൊണ്ട് 25 ഡിവൈഡ് ചെയ്യാം നമുക്ക്. അപ്പൊ എന്ത് വരും? 5 വരും കേട്ടോ. ഓർത്ത് നോക്കാം. 25 ഡിവൈഡ് ബൈ 5 അങ്ങനെ കിട്ടിയാൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പോ ടോപ്പിക് കഴിഞ്ഞു കേട്ടോ, ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. പക്ഷെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഇതിന്റെ വേറെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഒക്കെ നമുക്ക് ചെയ്യണം. അത് നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് ചെയ്യാം. കാരണം കുറെ പേര് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മിസ്സായ ആൾക്കാരൊക്കെ ആ ക്ലാസ് ഒന്ന് കണ്ട് നോട്ട് ഒന്ന് എഴുതി വെക്കണം. അയാൾ എന്തായാലും നോട്ട് തരും കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി പറയാനുള്ള കാര്യം റെക്കോർഡ് ഒന്ന് ഓഫ് ആക്കട്ടെ, എന്നിട്ട് പറയാം. പോകരുത് കേട്ടോ. 1 മിനിറ്റ് കൂടി എടുക്കുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. പോലെ